സോ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആണ് നടത്താനായി പോകുന്നത്. ഡിവിഷണൽ അക്കൗണ്ടന്റ് എക്സാമിനേഷനിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 31ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 60ാമത്തെ ക്വസ്റ്റ്യൻ വരെയാണ് പ്രധാനമായിട്ടും കൊമേഴ്സ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. സോ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. നമുക്കപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് കീപ്പിംഗ് പെറ്റി ക്യാഷ് ഇസ് നോൺ ആസ്. പെറ്റി ക്യാഷ് ബുക്ക് അറിയാമല്ലോ, ക്യാഷ് ബുക്കുകളുടെ ഒരു ടൈപ്പ് ആണ് പെറ്റി ക്യാഷ് ബുക്ക്. പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏതാണ്? ഇംപ്രസ്ഡ് സിസ്റ്റം ആണോ, ക്യാഷ് സിസ്റ്റം ആണോ, മെർക്കന്റൈൽ സിസ്റ്റം ആണോ, അക്രൂവൽ സിസ്റ്റം ആണോ? പറയാമോ? ആൻസർ പറയാമോ? വിച്ച് ഈസ് ദ ബെസ്റ്റ് സിസ്റ്റം ടു മെയിൻറ്റെയിൻ പെറ്റി ക്യാഷ്? പറയാമോ ഏതായിരിക്കും? നിങ്ങൾ ഇതിനകത്ത് കേട്ടിട്ടുള്ള പേരേതാ? ക്യാഷ് ബുക്ക്, അത് പെറ്റി ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ള പേരേതാ? അത് തന്നെയാണ് ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആൻസർ പറയാം. ആൻസർ എന്ന് പറയുന്നത് ഇംപ്രസ്ഡ് സിസ്റ്റം ആണ്. ഇംപ്രസ്ഡ് സിസ്റ്റം ആണ് ആൻസർ. നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു, പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സാധാരണ ഇംപ്രസ്ഡ് സിസ്റ്റത്തിലായിരിക്കും. ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ക്യാഷർ പെറ്റി ക്യാഷർക്ക് എല്ലാ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി പൈസ കൊടുക്കും. 2000 രൂപയാണ് പെറ്റി ക്യാഷർക്ക് കൊടുക്കുന്ന പൈസ എങ്കിൽ ഈ വർഷം 2000 രൂപ പെറ്റി ക്യാഷറുടെ കയ്യിലുണ്ട്. ഈ വർഷം അവസാനം പെറ്റി ക്യാഷ് എക്സ്പെൻസ് ആയി അയാൾക്ക് ഒരു 300 രൂപയെ ചെലവായുള്ളൂ. 2000 ആദ്യം കയ്യിലുണ്ടായിരുന്നു. ഈ വർഷം പെറ്റി ക്യാഷ് അതിൽ നിന്ന് 300 രൂപ ചെലവാക്കി. ഈ വർഷം അവസാനം അയാളുടെ കയ്യിൽ എത്രയുണ്ട്? 1700 രൂപ ബാക്കിയുണ്ട്. അപ്പൊ അടുത്ത വർഷം ആദ്യമാകുമ്പോൾ മെയിൻ ക്യാഷർ 300 രൂപയും കൂടെ എക്സ്ട്രാ കൊടുക്കും. സോ ദാറ്റ് ഇംപ്രസ്ഡ് മണി ഓഫ് 2000 ഈസ് മെയിൻറ്റെയിൻഡ് വിത്ത് ദ പെറ്റി ക്യാഷർ. ഓക്കെ ആണോ? 2000 എല്ലാ വർഷത്തിന്റെയും ആദ്യം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എല്ലാ മാസത്തിന്റെ ആദ്യം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പ്രോപ്പറായി റീഇംബേഴ്സ് ചെയ്യും. ക്ലിയർ ആണോ? ഇതിനെയാ ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏതാണ്? ഇംപ്രസ്ഡ് സിസ്റ്റം ആണ്. ഇംപ്രസ്ഡ് സിസ്റ്റം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് വരാം. ഗുഡ്സ് ടേക്കൺ ബൈ ദ പ്രൊപ്രൈറ്റർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു വിച്ച് അക്കൗണ്ട്? അതായത് ഒരു പ്രൊപ്രൈറ്റർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഗുഡ്സ് എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ അത് ഏത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു വിച്ച് അക്കൗണ്ട്? ഡ്രോയിങ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണോ, അഡ്വർടൈസ്മെന്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണോ, ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണോ, പർച്ചേസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണോ? ഇൻ വിച്ച് അക്കൗണ്ട് ഇറ്റ് വിൽ ബി ക്രെഡിറ്റഡ്? പറയാമോ ഏത് അക്കൗണ്ടിലായിരിക്കും? ജേർണൽ എൻട്രി ഓർത്താൽ മതി. ജേർണൽ എൻട്രിയിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്, ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ്. സോ അതേപോലെ ഡ്രോയിങ്സിന്റെ ജേർണൽ എൻട്രി ഓർക്കുക, അവിടെ ക്രെഡിറ്റിൽ എന്ത് വരുന്നു എന്ന് ഓർക്കുക. അപ്പൊ ഓർക്കേണ്ട കാര്യം, ഡ്രോയിങ്സ് ക്യാഷിന്റെ ഡ്രോയിങ്സ് അല്ല, ഇവിടെ നടന്നിരിക്കുന്നത് ഗുഡ്സിന്റെ ഡ്രോയിങ്സ് ആണ്. ക്യാഷ് അല്ല, ഗുഡ്സ് ആണ്. നമ്മൾ മേടിച്ചു വെച്ച ഗുഡ്സ് ആണ് വിഡ്രോ ചെയ്തുകൊണ്ട് പോയത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി. അപ്പൊ എന്തായിരിക്കും ജേർണൽ എൻട്രി? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് എന്നായിരിക്കും ജേർണൽ എൻട്രി. കാരണം പർച്ചേസ് എന്ന എക്സ്പെൻസ് കുറയുകയാണ്. കാരണം അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി, ഇനി അത്രയും പർച്ചേസിൽ കാണിക്കേണ്ട, അത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. സോ പർച്ചേസ് അക്കൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രെഡിറ്റ് ചെയ്യുന്നത്. When proprietor withdraw goods for personal use, treated as drawing and a drawing account is debited. But drawing account ne debit ചെയ്യും. journal entry ഇങ്ങനെ വരും: drawing account debtor to purchase account. എങ്ങനെ journal entry വരുന്നത്? drawing account debtor to purchase account. Clear ആണോ? So which account is credited? Purchase account is credited. Clear?
സോ അതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ആ രണ്ടാമത്തെ ക്വസ്റ്റ്യനകത്ത് ഡൗട്ട് ഉണ്ടോ? ആ ജേർണൽ എൻട്രി പറഞ്ഞതിനകത്ത്. സോ ജേർണൽ എൻട്രിയും ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ട്. സോ വിച്ച് ഈസ് ക്രെഡിറ്റഡ് എന്ന് ചോദിച്ചാൽ ഏതാണ് ക്രെഡിറ്റിൽ വരുന്നത് എന്നത് എഴുതുക. ഇവിടെ ജേർണൽ എൻട്രി ഡ്രോയിങ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ്. സോ വിച്ച് ഈസ് ക്രെഡിറ്റഡ്? പർച്ചേസ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് when goods are withdrawn by the proprietor for his personal use. ക്ലിയർ ആണോ? സോ അതാണ് രണ്ടാമത്തതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ സർപ്ലസ് which is not shown in the balance sheet is known as. ബാലൻസ് ഷീറ്റിൽ കാണാൻ കഴിയാത്ത സർപ്ലസ് ഏതാണ്? പ്രൊവിഷൻ ആണോ, റിസർവ് ഫണ്ട് ആണോ, സീക്രട്ട് റിസർവ് ആണോ, ജനറൽ റിസർവ് ആണോ? ഏതായിരിക്കും ബാലൻസ് ഷീറ്റിൽ കാണാൻ കഴിയാത്തത്? നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റിൽ ഇത് കാണാനേ കഴിയത്തില്ല. എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് ഇതിനെ അവിടെ കാണാൻ സാധിക്കത്തില്ല. ഏതായിരിക്കും? ഇപ്പൊ ഫോർ എക്സാമ്പിൾ പ്രൊവിഷൻ ആണെങ്കിൽ ആ പ്രൊവിഷന്റെ എഫക്ട് എവിടെ വരുന്നുണ്ട്? ബാലൻസ് ഷീറ്റിൽ വരുന്നുണ്ട് അല്ലെ? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഡെറ്റേഴ്സിൽ നിന്ന് അത് കുറച്ച് നമ്മൾ കാണിക്കും അല്ലെ? അപ്പൊ പ്രൊവിഷൻ വരുന്നുണ്ട്. റിസർവ് ഫണ്ട് ആണെങ്കിൽ റിസർവ് ഫണ്ട് എവിടെ കാണിക്കും? ക്യാപിറ്റലിന്റെ കൂടെ നമ്മൾ കാണിക്കും റിസർവ് ഫണ്ട് ഇത്രയുണ്ട്. ജനറൽ റിസർവ് ആണെങ്കിലും ജനറൽ റിസർവ് ഇത്രയുണ്ട് എന്ന് കാണിക്കും. റിസർവ് ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഫ്രം ദി പ്രോഫിറ്റ് ട്രീറ്റഡ് ആസ് എ ലയബിലിറ്റി. ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിന്റെ കൂടെ വരും. ക്ലിയർ ആണോ? ക്യാപിറ്റലിന്റെ കൂടെ അത് കാണിക്കും. ഓക്കെ. സോ അപ്പൊ ഏതായിരിക്കും ആൻസർ? സീക്രട്ട് റിസർവ്. ആ പേരിൽ തന്നെ ഉണ്ട് സീക്രട്ട് റിസർവ്. അതായത് എക്സ്പ്ലിസിറ്റ്ലി ഒരു റിസർവ് ഉണ്ട് എന്ന് ആർക്കും മനസ്സിലാകില്ല. ബാലൻസ് ഷീറ്റ് നോക്കിയാൽ മനസ്സിലാകില്ല അവിടെ ഒരു റിസർവ് ഉണ്ട് എന്ന്. ക്ലിയർ ആണോ? പിന്നെ റിസർവിനെ എങ്ങനെയാ കാണിക്കുന്നത്? റിസർവിനെ മറ്റേതെങ്കിലും ഒരു ഫിഗറിന്റെ രൂപത്തിലായിരിക്കും കാണിക്കുന്നത്. ക്ലിയർ ആണോ? എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ സ്റ്റേറ്റിംഗ് ലൈബിലിറ്റി. ലൈബിലിറ്റി സൈഡിലാ സാധാരണ റിസർവ് വരേണ്ടത്. അപ്പൊ റിസർവ് ഒരു 10,000 ലൈബിലിറ്റിയിൽ വരേണ്ടതിന് പകരം ഏതെങ്കിലും നമ്മളുടെ ഒരു ബാധ്യതയെ 10,000 രൂപ കൂട്ടിക്കാണിക്കും. ആക്ച്വൽ ബാധ്യത അത്രയില്ല, ഒരു എക്സ്ട്രാ 10,000 കൂട്ടിക്കാണിക്കും. ശരിക്കും 10,000 എന്ന് പറയുന്നത് എക്സ്ട്രാ 10,000 റിസർവ് ആണ്. റിസർവ് എന്ന പേരിൽ എഴുതിയില്ല, പകരം ഒരു ലൈബിലിറ്റിയെ ഓവർ സ്റ്റേറ്റ് ചെയ്ത് കാണിച്ചു. ക്ലിയർ? അപ്പൊ റിസർവിന്റെ എമൗണ്ട് അവിടെ വന്നു വിത്തൗട്ട് ബീങ് റെക്കോർഡഡ് ആസ് എ റിസർവ്. സോ ഇറ്റ് ഈസ് എ സീക്രട്ട് റിസർവ്. അപ്പൊ സീക്രട്ട് റിസർവ് കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അതിന്റെ എഫക്ട് ഉണ്ടോ? ഉണ്ട്. എങ്ങനെയായിരിക്കും എഫക്ട് വരിക? ഒരു ലൈബിലിറ്റിയെ ഓവർ സ്റ്റേറ്റ് ചെയ്ത് കാണിച്ച്. ഓക്കെ ആണോ? കാരണം റിസർവ് ലൈബിലിറ്റി സൈഡിൽ വരുന്നു. ഇനി അസറ്റ് സൈഡിലും ചെയ്യാം. ലൈബിലിറ്റി സൈഡിൽ ഒരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ ലൈബിലിറ്റി സൈഡ് കൂടും അല്ലെ? അപ്പൊ അസറ്റ് സൈഡിലേക്ക് വരുമ്പം അസറ്റ് സൈഡിൽ ഏതെങ്കിലും ഒരു അസറ്റിനെ കുറച്ച് കാണിച്ചാൽ മതി. ക്ലിയർ ആണോ? അസറ്റിൽ ഏതെങ്കിലും അസറ്റിനെ കുറച്ച് കാണിച്ചാൽ ആ ഒരു ലൈബിലിറ്റി സൈഡിൽ റിസർവ് വരുന്നതിന് തുല്യമായിരിക്കും. Clear ആണോ? So either by undervaluing an asset or overstating a liability, you can create secret reserve. ഈ സീക്രട്ട് റിസർവ് കാണുമോ? ബാലൻസ് ഷീറ്റിൽ കാണത്തില്ല. ഇറ്റ് ഇസ് നോട്ട് സീൻ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ക്ലിയർ അല്ലേ? സീക്രട്ട് റിസർവ് ഉള്ളതിന് ഗുണം എന്താ? കമ്പനിയുടെ യഥാർത്ഥ സ്ട്രെങ്ത് ആർക്കും മനസ്സിലാകത്തില്ല. ക്ലിയർ ആണോ? അത് കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രോങ് ആക്കി വെക്കും. ക്ലിയർ? ഒരു കണ്ടിജൻസി വന്നു കഴിഞ്ഞാൽ എടുത്ത് ഉപയോഗിക്കാൻ പൈസയുണ്ട്, പക്ഷെ സീക്രട്ട് റിസർവ് എന്ന പേരിൽ അത് കാണിച്ചിട്ടില്ല. ക്ലിയർ ആണോ? യെസ്. സോ ഉള്ള ശക്തി അത് മുഴുവനായിട്ടും പ്രകടിപ്പിക്കുന്നില്ല. എന്നാൽ ശക്തി ഉണ്ടോ? ഉണ്ട് താനും. ഓക്കെ അല്ലേ? യെസ്. അൺവാണ്ടഡ് ആയിട്ടുള്ള അക്യൂസേഷൻസും കാര്യങ്ങളും പോസ്റ്റ് അക്യൂസേഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സീക്രട്ട് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് ലീഗൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില രാജ്യങ്ങളിലാണ് ഒരു പരിധി കൂടുതൽ വരുമ്പോഴത്തേക്ക് ഇല്ലീഗൽ ആക്കിയിട്ടുമുണ്ട്. കാരണം ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യുന്നു. ഒരു മെറ്റീരിയൽ ഫാക്ട് ആണ് പ്രോഫിറ്റിന്റെ ഒരു ഭാഗം റിസർവായി മാറ്റി വെച്ചിട്ടുണ്ടോ എന്നുള്ളത്. അത് ഡിസ്ക്ലോസ് ചെയ്യപ്പെടുന്നില്ല. സോ സീക്രട്ട് റിസർവ് ഒരു പരിധി വരെ എന്താ പറയുന്നത്, ഇല്ലീഗൽ ആകാനുള്ള ചാൻസും ഉണ്ട്. ക്ലിയർ ആണോ? ഡിപെൻഡ് ഓൺ ദി പ്രൊവിഷൻസ്. ഓക്കെ. സോ അതാണ് മൂന്നാമത്തതിന്റെ ആൻസർ. ഡൗട്ട് ഇല്ലല്ലോ അതിനകത്ത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. 34ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. വെൻ ദ ഡ്രോയി ഓൺ അക്സെപ്റ്റിംഗ് എ ബിൽ marks on it the place of payment, it is called which type of bill? Clear ആണോ? അതായത് ഡ്രോയറും ഡ്രോയിയും ഉണ്ട്. ഡ്രോയർ മീൻസ് ദ പേഴ്സൺ ഹു ആക്ച്വലി ഡ്രോ ദ ബിൽ. ക്ലിയർ? പൈസ കിട്ടാനുള്ളവനായിരിക്കും ബില്ല് ഡ്രോ ചെയ്യുന്നത്. പൈസ കൊടുക്കാനുള്ളവൻ അത് അക്സെപ്റ്റ് ചെയ്യും. ക്ലിയർ ആണോ? ഈ ഡ്രോയി അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ക്ലിയർ മാർക്സ് ഓൺ ഇറ്റ് ദ പ്ലേസ് ഓഫ് പേയ്മെന്റ്. പേയ്മെന്റിന്റെ പ്ലേസ് അവിടെ മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ബില്ലാണ്? അക്സെപ്റ്റൻസ് ഓഫ് ബിൽ എന്ന് പറയാൻ പറ്റുമോ? ഡൊമിസൈൽ ഓഫ് ബിൽ എന്ന് പറയാൻ പറ്റുമോ? കണ്ടീഷണൽ അക്സെപ്റ്റൻസ് എന്ന് പറയാൻ പറ്റുമോ? ലോക്കൽ അക്സെപ്റ്റൻസ് എന്ന് പറയാൻ പറ്റുമോ? വിച്ച് ടൈപ്പ് ഓഫ് അക്സെപ്റ്റൻസ് ഓർ ബിൽ ഈസ് ദാറ്റ്?
ആൻസർ വരുന്നത് ഡൊമിസൈൽ ഓഫ് ബിൽ എന്നുള്ളതാണ്. When the drawee specifies the place where the bill is to be paid. ക്ലിയർ ആണോ? ഡ്രോയി ആ പറയുന്നത് പ്ലേസ്, ഇന്ന പ്ലേസിൽ ഐ വിൽ പേ ദ ബിൽ. ക്ലിയർ? ഇറ്റ് ഈസ് ടേംഡ് ആസ് ഡൊമിസൈൽ ഓഫ് ദ ബിൽ. ഡൊമിസൈൽ ഓഫ് ദ ബിൽ. ക്ലിയർ? It indicates the location where the payment is to be made upon maturity of bill. ബില്ല് മെച്യൂർ ആകുമ്പോൾ പേയ്മെന്റ് ഏത് ലൊക്കേഷനിൽ നടത്തണം എന്നുള്ള കാര്യം ഡ്രോയി ആ ബിൽ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഡൊമിസൈൽ ഓഫ് ദ ബിൽ. ക്ലിയർ ആണോ? ബില്ലിന്റെ ഡൊമിസൈൽ. ക്ലിയർ? ലൊക്കേഷൻ. ഓക്കെ അല്ലേ? സോ അതാണ് ആൻസർ, ഡൊമിസൈൽ ഓഫ് ദ ബിൽ. അടുത്ത ക്വസ്റ്റ്യൻ, വോയേജ് അക്കൗണ്ട് ഇൻക്ലൂഡ്. വോയേജ് അക്കൗണ്ട് നമ്മൾ പഠിച്ചായിരുന്നു. വോയേജ് അക്കൗണ്ടിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ഇൻകം ഏൺ, ആ വോയേജിൽ നിന്ന് കിട്ടുന്ന ഇൻകം മാത്രമേ അതിനകത്തുള്ളൂ? അതോ ആ വോയേജിൽ നിന്ന് കിട്ടുന്ന എക്സ്പെൻഡിച്ചർ മാത്രമേ ഉള്ളൂ? അതോ ഇൻകവും എക്സ്പെൻഡിച്ചറും ഉണ്ടോ? അപ്പൊ ഇതൊന്നുമില്ലേ? വോയേജ് അക്കൗണ്ട് എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നത്? ഒരു പെർട്ടിക്കുലർ വോയേജ്, അതിൽ നിന്നുള്ള ആ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രോഫിറ്റും ലോസും അറിയണമെങ്കിൽ ഇൻകം മാത്രം മതിയോ? അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മാത്രം മതിയോ? ഇൻകവും വേണം, എക്സ്പെൻഡിച്ചറും വേണം, അല്ലെ? സോ ആൻസർ എന്തായിരിക്കും? സി ആയിരിക്കും ആൻസർ. ബോത്ത് ഇൻകം ഏൺഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ്. വോയേജ് അക്കൗണ്ട് is prepared to ascertain profit or loss on a specific voyage, അല്ലെ? So it include all expenses related to voyage. വോയേജുമായി ബന്ധപ്പെട്ട എല്ലാ എക്സ്പെൻസും ഇതിൽ ഉൾപ്പെടും. ഫ്യൂവൽ, വേജ്, പോർട്ട് ചാർജ് എക്സെട്ര. അതുപോലെ തന്നെ ഇൻകവും ഉൾപ്പെടും. ക്ലിയർ? ഫ്രൈറ്റിൽ നിന്നുള്ള ഇൻകം ആൻഡ് പാസേജ് മണി. ക്ലിയർ ആണോ? സോ അതും ഇതിനകത്ത് ഉൾപ്പെടും. ഓക്കെ അല്ലേ? സോ ബോത്ത് ഇൻകം ഏൺഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ്. ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ, പേ മിസ്റ്റർ കുമാർ ഓർ ഓർഡർ. ഓക്കെ, എഴുതി വെച്ചേക്കുക. പേ മിസ്റ്റർ കുമാർ, കുമാറിന് പേ ചെയ്യുക, ഓർ ഓർഡർ അല്ലെങ്കിൽ അയാൾ പറയുന്ന ആൾക്ക് പേ ചെയ്യുക. പേ മിസ്റ്റർ കുമാർ ഓർ ഓർഡർ. ഇത് എന്തിന്റെ എക്സാമ്പിളാ? ഏത് ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെന്റ് ആയത്? ഇതൊരു സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ് ആണോ? ഇത് റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ് ആണോ? റെസ്ട്രിക്ഷൻ ഉണ്ടോ? സാൻഡ് റീകോസ് എൻഡോഴ്സ്മെന്റ് ആണോ? അതോ ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ് ആണോ? പലതരത്തിലുള്ള എൻഡോഴ്സ്മെന്റ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ക്ലിയർ ആണോ? ഇതിൽ ഏത് ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെന്റ്? സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ്, റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ്, സാൻഡ് റീകോസ് എൻഡോഴ്സ്മെന്റ്, ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ്. എന്താ ആൻസർ പറയാമോ? ആൻസർ ഇസ് സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ്. ഇതൊരു സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ് ആണ്. A special endorsement is one where the endorser specify the person to whom or to whose order the instruction is payable. ആർക്ക് കൊടുക്കണം അല്ലെങ്കിൽ ആര് പറയുന്ന ആൾക്ക് കൊടുക്കണം എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ്. ഇവിടെ പറയുന്നുണ്ട് പേ മിസ്റ്റർ കുമാർ ഓർ ഓർഡർ. അപ്പൊ ക്ലിയർലി നെയിം ഓഫ് ദ എൻഡോസി ഈസ് മെൻഷൻ. അതുപോലെ അയാളുടെ ഓർഡർ എന്ന് പറയുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ്. 37ാമത്തെ ക്വസ്റ്റ്യൻ, ദ സിസ്റ്റം വെയർ control accounts are kept as memorandum accounts and do not form part of double entry is known as. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് മാത്രമേ ആൻസർ ചെയ്യാവുള്ളൂ. തെറ്റാൻ ചാൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യനിലെ ആദ്യത്തെ പാർട്ട് കേൾക്കുമ്പോൾ, ഓക്കെ, വേർ കൺട്രോൾ അക്കൗണ്ട്സ് ആർ കെപ്റ്റ് എന്ന വാക്ക് കേൾക്കുമ്പോൾ പഠിച്ചിട്ടുള്ളവർക്കറിയാം കൺട്രോൾ അക്കൗണ്ട് എവിടെ പഠിച്ചു. കൺട്രോൾ അക്കൗണ്ട് സെൽഫ് ബാലൻസിങ് ലെഡ്ജർ എന്ന പോർഷനിലാണ് കൺട്രോൾ അക്കൗണ്ടിനെ പറ്റി പഠിച്ചത്. ഇത് കേൾക്കുന്ന ഉടനെ അവർ ചിന്തിക്കുക എന്താ? ഓ, കൺട്രോൾ അക്കൗണ്ട്സിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്, കൺട്രോൾ അക്കൗണ്ട്സ് ആർ റിലേറ്റഡ് ടു സെൽഫ് ബാലൻസിങ്, സോ ദ ആൻസർ ഇസ് സെൽഫ് ബാലൻസിങ്. പക്ഷെ രണ്ടാമത്തെ പോർഷൻ അവർ മിസ് ചെയ്യുന്നു. രണ്ടാമത്തെ പോർഷൻ എന്താ? കൺട്രോൾ അക്കൗണ്ട് ഉണ്ട്, പക്ഷെ ദേ ആർ കെപ്റ്റ് ആസ് മെമ്മോറാൻഡം അക്കൗണ്ട്സ് ഉള്ളി. അവയെ എന്തായിട്ട് മാത്രമേ ട്രീറ്റ് ചെയ്യുന്നുള്ളൂ? മെമ്മോറാൻഡം. മെമ്മോറാൻഡം അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു താൽക്കാലിക അക്കൗണ്ട്. ക്ലിയർ? ഒരു താൽക്കാലിക അക്കൗണ്ടായി മാത്രമേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഡു നോട്ട് ഫോം പാർട്ട് ഓഫ് ഡബിൾ എൻട്രി. ഡബിൾ എൻട്രിയുടെ ഭാഗമാകുന്നുമില്ല. മെമ്മോറാൻഡം അക്കൗണ്ട് ഡബിൾ എൻട്രിയുടെ ഭാഗമാകുന്നുമില്ല. ഇങ്ങനത്തെ സിസ്റ്റം ഏതാണെന്നാണ് ചോദിക്കുന്നത്. സെൽഫ് ബാലൻസിങ് അല്ല, അത് സെക്ഷണൽ ബാലൻസിങ് ആണ്. ഓക്കെ ആണോ? സെക്ഷണൽ ബാലൻസിങ് ആണ്. ക്ലിയർ ആണോ?
മെർക്കൻഡൈൽ സിസ്റ്റവും സിംഗിൾ എൻട്രി സിസ്റ്റവും ഒക്കെ നമുക്ക് ഔട്ട്റൈറ്റ് അവോയ്ഡ് ചെയ്യാൻ, കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. പക്ഷെ നമുക്ക് ഡൗട്ട് ഉണ്ടാവുന്ന രണ്ട് സംഭവങ്ങൾ സെൽഫ് ബാലൻസിങ് ആണോ അല്ലെങ്കിൽ സെക്ഷണൽ ബാലൻസിങ് ആണോ എന്നുള്ളതാ. ഇത് സെക്ഷണൽ ബാലൻസിങ് ആണ് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണോ? കാരണം കൺട്രോൾ അക്കൗണ്ട് ഉണ്ടാക്കുന്നെങ്കിൽ ഒരു താൽക്കാലിക അക്കൗണ്ട് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെ ഭാഗമാകുന്നില്ല. ദാറ്റ് മീൻസ് നോ ജേർണൽ എൻട്രി ഈസ് പാസ്ഡ്. ക്ലിയർ? സോ സെക്ഷണൽ ബാലൻസിങ് എന്നുള്ളതാണ് ആൻസർ. അതിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, എന്തുകൊണ്ട് സെൽഫ് ബാലൻസിങ് ആകുന്നില്ല എന്നുള്ളതും പറയുന്നുണ്ട്. സെക്ഷണൽ ബാലൻസിങ് സിസ്റ്റത്തിൽ നമ്മൾ എന്തുവാ പഠിച്ചായിരുന്നു? കൺട്രോൾ അക്കൗണ്ട്സ് സച്ച് ആസ് ടോട്ടൽ ഡെറ്റർ, ടോട്ടൽ ക്രെഡിറ്റർ ആർ മെയിൻറ്റെയിൻഡ് ഇൻ ദ ജനറൽ ലെഡ്ജർ ഓൺലി ഫോർ റെഫറൻസ് പർപ്പസ്. ക്ലിയർ ആണോ? റെഫറൻസ് പർപ്പസിന് വേണ്ടി മാത്രമാ സെക്ഷണൽ ബാലൻസിങ് ചെയ്യുമ്പം നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? കൺട്രോൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ? അപ്പൊ മെമ്മോറാൻഡം അക്കൗണ്ടുകൾ മാത്രമാണ്, താൽക്കാലികമായിട്ടുള്ള അക്കൗണ്ടുകൾ മാത്രമാണ്. ക്ലിയർ ആണോ? റെഫറൻസിന് വേണ്ടി മാത്രം. ദീസ് അക്കൗണ്ട് ഹെൽപ്പ് ഇൻ റെക്കൺസൈലിംഗ് സബ്സിഡിയറി ലെഡ്ജർ. സബ്സിഡിയറി ലെഡ്ജേഴ്സിനെ റെക്കൺസൈൽ ചെയ്യുന്നതിന് സഹായിക്കും. ബട്ട് ഡു നോട്ട് ഫോളോ ദ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ കംപ്ലീറ്റ്ലി. ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ ഒന്നും കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നില്ല. ഇത് എന്തിൽ നിന്ന് വ്യത്യസ്തമാണ്? സെൽഫ് ബാലൻസിങ് സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. Where ledgers are completely balanced independently through reciprocal account. അതാണ് അവിടുത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ്. സെൽഫ് ബാലൻസിങ് ലെഡ്ജറിൽ ഓരോ ലെഡ്ജറും അതിൽ തന്നെ ബാലൻസ് ചെയ്യപ്പെടുന്നുണ്ട്. ബാലൻസ് ചെയ്യാൻ വേണ്ടി കൺട്രോൾ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പ്രോപ്പർ ഡബിൾ എൻട്രി സിസ്റ്റം ഓരോ ലെഡ്ജറിനും ഫോളോ ചെയ്യുന്നുണ്ട്. ഓരോ ലെഡ്ജറിലും ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് ഉറപ്പായും വന്നിരിക്കും, അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഡെബിറ്റ് ആ ലെഡ്ജറിൽ തന്നെ വന്നിരിക്കും. ഒരു ഡെബിറ്റ് ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ക്രെഡിറ്റ് ഉണ്ട് എങ്കിൽ ഇറ്റ് ഫോളോസ് ഡബിൾ എൻട്രി സിസ്റ്റം. അതല്ലേ ഡബിൾ എൻട്രി സിസ്റ്റം? ഫോർ എവരി ഡെബിറ്റ് ദർ ഇസ് എ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് ആൻഡ് വൈസ് വേഴ്സ. ക്ലിയർ ആണോ? സോ സെൽഫ് ബാലൻസിങ് സിസ്റ്റം ഫോളോസ് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ. ഈ ഒരു ക്വസ്റ്റ്യനിൽ അത് നമ്മളോട് സ്പെസിഫിക്കലി പറഞ്ഞു, വിച്ച് ഡു നോട്ട് ഫോം പാർട്ട് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം. അപ്പൊ സെൽഫ് ബാലൻസിങ് ഒരിക്കലും ആകത്തില്ല. ക്ലിയർ ആണോ? സെക്ഷണൽ ബാലൻസിങ് ആകത്തുള്ളൂ. കാരണം സെക്ഷണൽ ബാലൻസിംഗിൽ മെമ്മോറാൻഡം അക്കൗണ്ട്സ് എന്ന രീതിയിലാണ് കൺട്രോൾ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് പരിധി വരെ റെക്കൺസിലിയേഷൻ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കും എന്നുള്ള ഒരു ഡബിൾ എൻട്രി ഒന്നും പ്രോപ്പറായി ഫോളോ ചെയ്യുന്നില്ല. സെക്ഷണൽ ബാലൻസിങ് ഇസ് യൂസ്ഫുൾ ഇൻ ബിസിനസ് ദാറ്റ് വോണ്ട് കൺട്രോൾ വിത്തൗട്ട് ഫുൾ ലെഡ്ജർ ബാലൻസിങ്. ഒരു കൺട്രോൾ മാത്രം മതി, ഫുൾ ലെഡ്ജർ ബാലൻസിങ് വേണ്ട എന്ന രീതിയാണ് ഈ സെക്ഷണൽ ബാലൻസിങ് ആയിരിക്കും ഒരു ഫേം ഓപ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ? സെപ്പറേറ്റ് ആയിട്ട് എല്ലാ അക്കൗണ്ട്സും എല്ലാ ലെഡ്ജേഴ്സും ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൽഫ് ബാലൻസിങ് ആയിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്. സോ ഇതാണ് സെൽഫ് ബാലൻസിങ് ആൻഡ് സെക്ഷണൽ ബാലൻസിങ്. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ പ്രോപ്പർ ആയിട്ട് മനസ്സിലായല്ലോ. സെക്ഷണൽ ബാലൻസിങ് എന്തുകൊണ്ട് വന്നു, എന്തുകൊണ്ട് സെൽഫ് ബാലൻസിങ് വന്നില്ല? സെൽഫ് ബാലൻസിങ് ഡബിൾ എൻട്രി ഫോളോ ചെയ്യുന്നുണ്ട്, സെക്ഷണൽ ബാലൻസിങ് ഫോളോ ചെയ്യുന്നില്ല. ബിക്കോസ് അവിടെ കൺട്രോൾ അക്കൗണ്ട്സ് ഒരു താൽക്കാലിക അക്കൗണ്ട് പോലെ റെക്കൺസിലിയേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റെക്കൺസിലിയേഷൻ പർപ്പസിന് വേണ്ടി. ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ അതിനകത്ത്. 38ാമത്തെ ക്വസ്റ്റ്യൻ, റിന്യൂവൽ ഫീ ഫോർ പേറ്റന്റ്. പേറ്റന്റ് ഉണ്ടായിരുന്നു. പേറ്റന്റ് നമ്മുടെ ഒരു ഫിക്സഡ് അസറ്റാ. പേറ്റന്റ് ഒരു പരിധി കഴിയുമ്പോൾ റിന്യൂ ചെയ്യണം, അല്ലെ? റിന്യൂ ചെയ്യണം. അപ്പൊ റിന്യൂവലിന് വേണ്ടി നമ്മൾ വീണ്ടും കുറച്ച് പൈസ കൊടുത്തു. ഇത് എന്തിന്റെ എക്സാമ്പിളാ? ഇതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ? ഡെഫേർഡ് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചറാ, പക്ഷെ ബെനിഫിറ്റ് ഒന്നിൽ കൂടുതൽ വർഷത്തിലേക്കുണ്ട്. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അതോ മിസ്സലീനിയസ് എക്സ്പെൻഡിച്ചർ ആണോ? അത് വെറും റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ മീൻസ് അതിന്റെ ബെനിഫിറ്റ് ഒരു വർഷത്തിൽ താഴെ ഉള്ളൂ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതിന്റെ ബെനിഫിറ്റ് ഒരു വർഷത്തിൽ കൂടുതലുണ്ട്. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ അത് റവന്യൂ എക്സ്പെൻഡിച്ചറാ, പക്ഷെ ബെനിഫിറ്റ് ഒന്നിൽ കൂടുതൽ വർഷമുണ്ട്. ക്ലിയർ ആണോ? റവന്യൂ എക്സ്പെൻഡിച്ചർ ആ ബെനിഫിറ്റ് ഒന്നിൽ കൂടുതൽ വർഷമുണ്ട്. മിസലേനിയസ് എക്സ്പെൻഡിച്ചർ മറ്റ് അലിക്വലിറ്റ് എക്സ്പെൻഡിച്ചേഴ്സ്. ക്ലിയർ ആണോ? ഇനി നിങ്ങൾ തന്നെ പറ, ഇതിൽ ഏത് ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചറാ? നമുക്കൊരു ഫിക്സഡ് അസറ്റ് എന്ന പേറ്റന്റ് ഉണ്ട്, അതിന്റെ കാലാവധി കഴിഞ്ഞു, നമുക്ക് വീണ്ടും ആ പേറ്റന്റ് ഉപയോഗിക്കണം, അതിനുവേണ്ടി നമ്മൾ ആ പേറ്റന്റ് റിന്യൂ ചെയ്തു. ഓക്കെ, അതിന്റെ എക്സ്പെൻഡിച്ചർ ഏത് തരം എക്സ്പെൻഡിച്ചറാ? ചിന്തിക്കുമ്പോൾ ഇത്ര ഓർത്താൽ മതി, ഈ പേറ്റന്റ് റിന്യൂ ചെയ്യുന്നത് വഴിയുള്ള ബെനിഫിറ്റ് ഒരു വർഷമേ ഉള്ളോ, ഒരു വർഷത്തിൽ കൂടുതലുണ്ടോ എന്നത് മാത്രം ചിന്തിക്കുക. എന്നിട്ട് ഉത്തരം പറയുക. ക്യാപിറ്റൽ ആണോ, റവന്യൂ ആണോ, ഡെഫേർഡ് റവന്യൂ ആണോ, മിസ്സലീനിയസ് ആണോ? പറയാമോ? ഉത്തരം പറയാമോ? ആർക്കെങ്കിലും പറയാമോ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. യെസ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. വെരി ഗുഡ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് ആൻസർ. കാരണം എന്താ? ഈ ഒരു പേറ്റന്റ് റിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ പേറ്റന്റിന്റെ ബെനിഫിറ്റ് നമുക്ക് ഇനിയും കിട്ടും. അതുവഴി നമ്മൾ റിന്യൂവൽ എന്തായാലും ഒരു വർഷത്തേക്ക് ആയിരിക്കത്തില്ല, ഒന്നിൽ കൂടുതൽ വർഷം അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. സോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. റിന്യൂവൽ ഫീ ഫോർ പേറ്റന്റ് ആർ ഇൻകേർഡ് ടു ദ എക്സ്റ്റെൻഡ് ദ യൂസ്ഫുൾ ലൈഫ് ഓഫ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ്. ഒരു ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ യൂസ്ഫുൾ ലൈഫിലേക്കാണ് അത് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്റ്റെൻഡ് ചെയ്യുന്ന റിന്യൂവൽ ഫീ.
സിൻസ് ദ പേയ്മെന്റ് ഇൻക്രീസസ് ദ ബെനിഫിറ്റ് പീരീഡ് ഓഫ് ദ പേറ്റന്റ്. പേറ്റന്റ് ഇനിയും ഉപയോഗിക്കാം, അതിൽ നിന്നുള്ള ബെനിഫിറ്റ് നമുക്ക് ഇനിയും കിട്ടും, ഒന്നിൽ കൂടുതൽ വർഷം കിട്ടും. കൺസിഡേർഡ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്ലിയർ ആണോ? യെസ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഒരു അസറ്റ് അക്വയർ ചെയ്യുന്നു, അസറ്റ്, ഓക്കെ, അസറ്റ്, ഫിക്സഡ് അസറ്റ് ഓർ ഫിക്സഡ് എനി കൈൻഡ് ഓഫ് ഫിക്സഡ് അസറ്റ് ഓർ എക്സ്റ്റൻഷൻ ഓഫ് അസറ്റ്, ആ അസറ്റിന്റെ എക്സ്റ്റൻഷൻ, ഇതുമായി ബന്ധപ്പെട്ടതെല്ലാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ്ലി ഇംപ്രൂവ് ദ ഏർണിംഗ് കപ്പാസിറ്റി. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു മെഷീൻ ഉണ്ട്, ആ മെഷീന്റെ കപ്പാസിറ്റി ഇപ്പം 1 മണിക്കൂറിൽ 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ആ മെഷീനിന് നല്ലൊരു റിപ്പയർ നടത്തി, നല്ല പൈസ കൊടുത്ത് ഒരു റിപ്പയർ നടത്തി. ആ റിപ്പയറിന്റെ റിസൾട്ട് എന്താ? 10 per hour produce ചെയ്യുന്ന മെഷീൻ now will produce 30 units per hour. So we increase the capacity of the machine by that repair. So ആ റിപ്പയർ ഒരിക്കലും റവന്യൂ അല്ല, ക്യാപിറ്റൽ നേച്ചറിലേക്ക് പോകും. കാരണം as a result of the repair, the capacity of the asset was enhanced or extended. So it form part of capital expenditure. Clear ആണോ? ഓക്കെ അല്ലേ? ആ റിപ്പയർ എക്സ്പെൻസിന്റെ ബെനിഫിറ്റ് we will reap for more than 1 year. Clear അല്ലേ? So that is some examples. Clear അല്ലേ? So hence renewal fee is added to the assets value. അതുകൊണ്ട് ഇത് അസറ്റിന്റെ വാല്യൂവിലേക്കാണ് ആഡ് ചെയ്യപ്പെടുന്നത്, പേറ്റന്റിന്റെ വാല്യൂവിലേക്ക് നമ്മൾ ആഡ് ചെയ്യപ്പെടും. ക്ലിയർ ആണോ? യെസ്. ബാലൻസ് ഷീറ്റിൽ പേറ്റന്റിന്റെ വാല്യൂവിലേക്ക് അത് ആഡ് ചെയ്യും, റാദർ എക്സ്പ്രസിംഗ് ഇൻ P&L അക്കൗണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിലേ P&L അക്കൗണ്ടിൽ പോകത്തുള്ളൂ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ പോകും. So ഈ കേസിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റിന്യൂവൽ ഫീ ഓഫ് പേറ്റന്റ് will be added to the value of patent and will be shown on the asset side of balance sheet. Okay അല്ലേ? സോ അതാണ് അതിന്റെ ആൻസർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. 39ാമത്തത്, സോളാ ഓഫ് എക്സ്ചേഞ്ച് അപ്പിയറിംഗ് ഓൺ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മീൻസ്. സോളാ ഓഫ് എക്സ്ചേഞ്ച് എന്ന് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ വാട്ട് ഡസ് ദിസ് മീൻ? ബിൽ ഡ്രോൺ ഇൻ എ സെറ്റ്, ഒരു സെറ്റിൽ ബില്ല് ഡ്രോ ചെയ്തു എന്നാണോ? ഓർ ഫോറിൻ ബിൽസ് ഹാവിംഗ് നോ ഡോക്യുമെന്റ് അറ്റാച്ച്ഡ്, ഫോറിൻ ബില്ലാണ്, ഒരു ഡോക്യുമെന്റ് ഇല്ല എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഓർ ബിൽ ഹാവ് നോട്ട് ബീൻ ഡ്രോൺ ഇൻ എ സെറ്റ്, ബില്ല് സെറ്റ് ആയിട്ടല്ല ഡ്രോ ചെയ്തെന്നാണ് ഉദ്ദേശിക്കുന്നത്? ഓർ ബിൽ ഹാവിംഗ് സർട്ടൺ ഡോക്യുമെന്റ്സ് അറ്റാച്ച്, ഒരു ബില്ലിൽ ചില ഡോക്യുമെന്റ്സ് ഉണ്ടോ എന്നാണോ ഉദ്ദേശിക്കുന്നത്? ക്ലിയർ ആണോ? സോളാ മീൻസ് സിംഗിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ബിൽ ഹാസ് നോട്ട് ബീൻ ഡ്രോൺ ഇൻ എ സെറ്റ്. സെറ്റിലാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ബിൽ ഉണ്ടായിരിക്കും. സോളാ മീൻസ് സിംഗിൾ. ക്ലിയർ ആണോ? സോൾ, സോ സിംഗിൾ. ക്ലിയർ? സോ ബിൽ ഹാസ് നോട്ട് ബീൻ ഡ്രോൺ ഇൻ എ സെറ്റ്, ബില്ല് ഒരു സെറ്റ് ആയിട്ടല്ല ഡ്രോ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ഒരു സിംഗിൾ കോപ്പി ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉള്ളൂ. സോളാ ഓഫ് എക്സ്ചേഞ്ച് റെഫേഴ്സ് ടു എ സിംഗിൾ കോപ്പി ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ഒറ്റ കോപ്പിയേ ഉള്ളൂ, rather than being drawn in a set of 2 or 3 commonly used for foreign trade to reduce the risk of loss. സംഭവം ഇത്രയേ ഉള്ളൂ. ഫോറിൻ ബില്ലാണെങ്കിൽ നമ്മൾ ആ ബില്ല് ഡ്രോ ചെയ്യുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യത്തില്ലേ, കൊടുക്കത്തില്ലേ? അപ്പൊ നമ്മൾ 2 കോപ്പിയെങ്കിലും മിനിമം കൊടുക്കും. ഒരെണ്ണം ഇൻ ട്രാൻസിറ്റ് ലോസ് ആയാലും മറ്റേ സാധനം അവിടെ എത്തണം എന്ന രീതിയിൽ. സോ അത് സെറ്റ് ആയിട്ടാണ് ഡ്രോ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? യെസ്. പക്ഷെ ഈ ഒരു കേസ് സിംഗിൾ കോപ്പിയെ പോകുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ സോളാ ഓഫ് എക്സ്ചേഞ്ച് എന്ന് വിളിക്കും. ക്ലിയർ? സോളാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദ ബിൽ ഇസ് നോട്ട് പാർട്ട് ഓഫ് എ സെറ്റ്. ബില്ല് ഒരു സെറ്റിന്റെ പാർട്ടല്ല, അത് ഒറ്റയ്ക്കാണ്. ഇറ്റ് ഈസ് ഡ്രോൺ ഓൺലി വൺസ്, ഒറ്റ പ്രാവശ്യമേ ഡ്രോ ചെയ്യത്തുള്ളൂ. ഫോറിൻ ബില്ലാണെങ്കിൽ 2 എണ്ണം ഡ്രോ ചെയ്ത് വിടും. ഏതാണോ മറ്റേ ആളുടെ കയ്യിൽ ആദ്യം എത്തുന്നത് അത് അയാൾ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ മറ്റേ സാധനത്തിന് വാലിഡിറ്റി ഇല്ല, മറ്റേത് വീണ്ടും അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ അക്സെപ്റ്റ് ചെയ്ത് അത് മാത്രം ഡ്രോ ചെയ്ത 2 എണ്ണം ഡ്രോ ചെയ്ത് സെറ്റ് ആയിട്ട് ഡ്രോ ചെയ്ത് വിടും. ക്ലിയർ? റിസ്ക് കുറയ്ക്കാൻ. സോ അതാണ് ഇൻ സെറ്റ്. ഓക്കെ ആണോ? ഇനി നോട്ട് പാർട്ട് ഓഫ് എ സെറ്റ് ആണെങ്കിൽ സോളാ ഓഫ് എക്സ്ചേഞ്ച്. ക്ലിയർ ആണോ? അതാണ് അതിന്റെ ആൻസർ. 40ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് മെത്തേഡ് ഓഫ് പ്രൈസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കറന്റ് സെല്ലിംഗ് പ്രൈസ് ലെസ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് മാർജിൻ ആൻഡ് ലെസ് ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ഡിസ്പോസൽ. ക്ലിയർ ആണോ? എന്തിനാ? സ്റ്റോക്കിനെ. ഓക്കെ, സ്റ്റോക്കിനെ എങ്ങനെ വാല്യൂ ചെയ്യാം? ഓക്കെ ആണോ? സ്റ്റോക്കിനെ കറന്റ് സെല്ലിംഗ് പ്രൈസ്, ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ വിറ്റാൽ ഇത്രയായിരിക്കും സെല്ലിംഗ് പ്രൈസ്. ആ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് നമ്മൾ ചാർജ് ചെയ്യുന്ന പ്രോഫിറ്റ് കുറയ്ക്കും. ക്ലിയർ ആണോ? എന്നിട്ട് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ഡിസ്പോസൽ, ഇത് ഡിസ്പോസ് ചെയ്യാനുള്ള എസ്റ്റിമേറ്റഡ് കോസ്റ്റും കുറയ്ക്കും. എന്നിട്ട് കിട്ടുന്ന വാല്യൂ ആ സ്റ്റോക്കിന്റെ വാല്യൂ എന്ന് എടുക്കും. മനസ്സിലായോ? സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കറന്റ് സെല്ലിംഗ് പ്രൈസ്. അതിന്റെ കറന്റ് സെല്ലിംഗ് പ്രൈസ് നോക്കും, അതിനകത്തുനിന്ന് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് മാർജിൻ, നമ്മൾ ഇടാൻ പോകുന്ന പ്രോഫിറ്റ് മാർജിൻ കുറയ്ക്കും. എന്നിട്ട് അത് ഡിസ്പോസ് ചെയ്യുവാണെങ്കിൽ അതിന്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റും കുറയ്ക്കും. ബാക്കി അതിന്റെ സ്റ്റോക്കിന്റെ വാല്യൂ ആയിട്ട് എടുക്കും. ഇത് ഏത് ടൈപ്പ് മെത്തേഡ് ആണ്? സ്പെസിഫിക് പ്രൈസ് മെത്തേഡ് ആണോ,
ആവറേജ് പ്രൈസ് മെത്തേഡ് ആണോ, സ്റ്റാൻഡേർഡ് പ്രൈസ് മെത്തേഡ് ആണോ, അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് മെത്തേഡ് ആണോ? ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ സെല്ലിംഗ് പ്രൈസിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെ. സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അതിനകത്ത് നിന്ന് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് മാർജിനും എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ഡിസ്പോസലും കുറയ്ക്കുകയാണ്. സോ വി ആർ അഡ്ജസ്റ്റിംഗ് ദ സെല്ലിംഗ് പ്രൈസ്. എന്തിനു വേണ്ടി? ടു അറൈവ് അറ്റ് ദി വാല്യൂ ഓഫ് സ്റ്റോക്ക്. ക്ലിയർ അല്ലേ? സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് മെത്തേഡ്. ഇതെന്താണ്? അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് മെത്തേഡ്. Adjusted selling price method, also known as retail price. The inventory is valued at its estimated selling price minus the expected profit margin and disposal cost. Clear ആണോ? റീറ്റെയിൽ ബിസിനസ്സിലാണ് പ്രധാനമായും അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് മെത്തേഡ് ഉപയോഗിക്കുന്നത് ടു എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് വിത്തൗട്ട് എ ഡീറ്റെയിൽഡ് ഫിസിക്കൽ ഇൻവെന്ററി. റീറ്റെയിൽ ബിസിനസ്സിൽ ഒരുപാട് തരത്തിലുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളും ഉണ്ട്. അതിനെയെല്ലാം നമ്മൾ ഫിസിക്കലി വെരിഫൈ ചെയ്ത് അതിന്റെ വാല്യൂ കണ്ടെത്തുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ നമ്മൾ അതിന്റെ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് പുറകോട്ട് സഞ്ചരിച്ച് അതിന്റെ വാല്യൂ കണ്ടെത്തും. ക്ലിയർ ആണോ? സോ അഡ്ജസ്റ്റ് ചെയ്യും, സെല്ലിംഗ് പ്രൈസിനെ അഡ്ജസ്റ്റ് ചെയ്യും. സെല്ലിംഗ് പ്രൈസ് മാർക്കറ്റിൽ ഇത് വിട്ടാൽ എത്ര പൈസ കിട്ടും, അതിനകത്തു നിന്ന് അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ ഓഫ് സ്റ്റോക്ക് കണ്ടുപിടിക്കും. ഓക്കെ അല്ലേ? സോ ഇതാണ് അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്? ഓക്കെ, അടുത്തതൊരു സിമ്പിൾ എന്ന് തോന്നിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ സെയിൽ ഓഫ് എ ട്രേഡർ. ഒരു ട്രേഡറുടെ ആകെ മൊത്തത്തിലുള്ള സെയിൽ, ഓക്കെ ആണോ? ഒരു പർട്ടിക്കുലർ പീരീഡിലെ സെയിൽ, അതിനെ വിളിക്കുന്ന പേരെന്താ? ടേൺ ഓവർ എന്ന് വിളിക്കോ, ഔട്ട്പുട്ട് എന്ന് വിളിക്കോ, റവന്യൂ എന്ന് വിളിക്കുമോ, ഇൻകം എന്ന് വിളിക്കോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പറയാമോ? ആൻസർ പറയാമോ? ടോട്ടൽ സെയിൽ ഓഫ് എ ട്രേഡർ ഡ്യൂറിംഗ് എ ഗിവൺ പീരീഡ്. നിങ്ങൾ അതിനെ ചിന്തിച്ചിട്ട് വരാം. ഡെഫിനറ്റ്ലി കറക്റ്റ് ആൻസർ. ടേൺ ഓവർ എന്നാണ് വിളിക്കുന്നത്. ടേൺ ഓവർ. ക്ലിയർ ആണോ? ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എത്ര അയാൾ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. റവന്യൂ എന്ന് പറഞ്ഞാൽ അയാൾക്ക് എത്ര വരുമാനം കിട്ടി എന്നുള്ളതാണ്. റവന്യൂ സെയിൽ മാത്രമല്ല, മറ്റ് റവന്യൂ ഉണ്ട്. സോ സെയിൽ മാത്രമല്ല റവന്യൂവിന്റെ പാർട്ട്. ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അയാൾക്ക് എത്ര വരുമാനം കിട്ടി, അതും സെയിൽ മാത്രമല്ല, സെയിൽ അല്ലാത്ത കാര്യങ്ങളും ഉണ്ട്. സെയിൽ മാത്രം എടുക്കുകയാണെങ്കിൽ അതിനെ ടേൺ ഓവർ എന്നാണ് വിളിക്കുന്നത്. ടോട്ടൽ സെയിൽ, ക്യാഷ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ്, ക്ലിയർ, ഓഫ് എ ട്രേഡർ ഡ്യൂറിംഗ് എ ഗിവൺ പീരീഡ്. സോ ടേൺ ഓവർ ആണ് കറക്റ്റ് ആൻസർ. ടേൺ ഓവർ റെപ്രസെന്റ് the total value of goods and service sold by a trader or business during a specific period. It reflects the scale of business activity and is often used as a performance measure. ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കും. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഓ ഈ കമ്പനിക്ക് ഇത്ര ടേൺ ഓവർ ഉണ്ട്. അവരുടെ പ്രോഫിറ്റ് അല്ല നമ്മളോട് പറയുന്നത്, അവരുടെ ടോട്ടൽ ഇൻകം അല്ല പറയുന്നത്. We are only referring to the sale, total sales. So it is used as a measure for, it is used as a tool for measuring the performance of an organization. Clear? ഇത് ഇൻകത്തിൽ നിന്ന് ഡിഫറെന്റ് ആണ്. ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റ് ആണ് ആഫ്റ്റർ എക്സ്പെൻസസ്. എക്സ്പെൻസുകൾ കുറച്ചുള്ള പ്രോഫിറ്റിനെയാണ് ഇൻകം എന്ന് വിളിക്കുന്നത്. ദിസ് ഇസ് വാട്ട്? ദിസ് ഇസ് ടേൺ ഓവർ. ഇറ്റ് ഓൺലി ഡീൽസ് വിത്ത് സെയിൽസ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എക്സസ് ഓഫ് പർച്ചേസ് പ്രൈസ് ഓവർ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, കൃത്യമായി ചിന്തിച്ചിട്ട് മാത്രം ഉത്തരം പറയാം. പർച്ചേസ് പ്രൈസ് ഇസ് എക്സസ് ഓവർ സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിനേക്കാൾ കൂടുതൽ പർച്ചേസ് പ്രൈസ് ആണ്. പർച്ചേസ് പ്രൈസ് ഓവർ സെല്ലിംഗ് പ്രൈസ്. എക്സസ് ഓഫ് പർച്ചേസ് പ്രൈസ് ഓവർ സെല്ലിംഗ് പ്രൈസ്. ഇതിനെ എന്തെന്ന് വിളിക്കും? ഗ്രോസ് പ്രോഫിറ്റ് ആണോ, നെറ്റ് പ്രോഫിറ്റ് ആണോ, ഗ്രോസ് ലോസ് ആണോ, നെറ്റ് ലോസ് ആണോ? ഗ്രോസ് ലോസ്. യെസ്, കറക്റ്റ് ആൻസർ. ഗ്രോസ് ലോസ് ആണ്. എന്തുകൊണ്ട് നെറ്റ് ലോസ് പറഞ്ഞില്ല? പർച്ചേസ് പ്രൈസും സെല്ലിംഗ് പ്രൈസും മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. പർച്ചേസ് എവിടെ വരുന്നതാ? ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതാ. സെല്ലിംഗ് എവിടെ വരുന്ന? ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതാ. പിആർഎല്ലിലേക്ക് വരുമ്പോ പർച്ചേസും സെല്ലിംഗും അല്ല, അതിന്റെ കൂടെ മറ്റ് നോൺ ഇൻഡയറക്ട് എക്സ്പെൻസസും ഇൻഡയറക്ട് ഇൻകവും കൂടെ കയറി വരും. ലോസും ഗെയിനും ഒക്കെ കയറി വരും. ക്ലിയർ ആണോ? അപ്പൊ പർച്ചേസ് പ്രൈസും സെല്ലിംഗ് പ്രൈസും മാത്രം. അപ്പൊ അത് ട്രേഡിംഗ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഗ്രോസ് ലോസോ ഗ്രോസ് പ്രോഫിറ്റോ. പിന്നെ പറയുന്നത് എന്താ? പർച്ചേസ് പ്രൈസ് ആണ് കൂടുതൽ, സെല്ലിംഗ് പ്രൈസിനേക്കാൾ കൂടുതൽ പർച്ചേസ് പ്രൈസ് ആണ് എങ്കിൽ അവിടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഗ്രോസ് ലോസ് ആണ് ആൻസർ. Clear? When the purchase price exceeds the selling price, the business incur a gross loss. It is calculated before deducting operating expense and other indirect costs, representing a direct trading loss on goods sold. Trading loss ആണ് ഇവിടെ പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് താഴേക്ക് വരുന്നതാണ് P&L. അവിടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ ഒക്കെ കിട്ടാം, ഡിപെൻഡിങ് ഓൺ ദി അതർ ഇൻഫർമേഷൻസ്. അടുത്തത്
ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആ വരുന്നത് കേട്ടോ, എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാ. അപ്പൊ എത്ര എളുപ്പമാണ് ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യൻ സിമ്പിളാ. ഫേമിന്റെ ക്യാപിറ്റൽ 10,000, ഫേമിന്റെ ലയബിലിറ്റി 2,000. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ അസറ്റ് എത്രയാ കണ്ടുപിടിക്കണം. ഒരു ഇക്വേഷൻ ഉണ്ട്, അതിനെ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് വിളിക്കും. എന്തോ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയാവോ? അക്കൗണ്ടിങ് ഇക്വേഷൻ പറയാവോ? അക്കൗണ്ടിങ് ഇക്വേഷൻ പഠിച്ചായിരുന്നു, പറഞ്ഞോ. Asset is equal to capital plus liability. Asset is equal to capital plus liability, or asset is equal to liabilities plus capital. ഓക്കെ, നമുക്ക് ക്യാപിറ്റൽ അറിയാമോ? അറിയാം. നമുക്ക് ലയബിലിറ്റി അറിയാമോ? അറിയാം. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? നമുക്ക് അസറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്യാപിറ്റൽ 10,000, ലയബിലിറ്റി 2,000. അങ്ങനെയാണെങ്കിൽ അസറ്റ് എത്രയായിരിക്കും? ടോട്ടൽ അസറ്റ് ആ ചോദിച്ചിരിക്കുന്നത്. അസറ്റ് എത്രയാ ഒന്ന് പറഞ്ഞേ, എത്രയാ അസറ്റ്? 12,000. 12,000. കറക്റ്റ് ആൻസർ. Asset is equal to liability plus capital. 10,000 plus 2,000, 12,000 is equal to asset. ക്ലിയർ ആണോ? ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ. അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിലിമിനറി എക്സ്പെൻസ്, ഇതിനെ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ ആണോ? പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിരുന്നു. ഇതിന്റെ ബെനിഫിറ്റ് ഒന്നിൽ കൂടുതൽ വർഷമുണ്ട്. അതുകൊണ്ട് പി ആൻഡ് എൽ അക്കൗണ്ടിൽ മൊത്തമായി നമ്മൾ കാണിക്കത്തില്ല. നമ്മളുടെ ഓർഗനൈസേഷൻ നിയമപരമായി നിലവിൽ വരുന്നതിന് മുന്നേ നമ്മൾ ചില എക്സ്പെൻസുകൾ നടത്തിയിരുന്നു. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു പ്ലോട്ട് മേടിക്കണമായിരുന്നു. ഓർഗനൈസേഷൻ നിലവിൽ വരാത്തത് കൊണ്ട് നമ്മൾ ഓർഗനൈസേഷന്റെ പേരിലല്ല മേടിച്ചത്, അതിന്റെ പ്രൊമോട്ടറുടെ പേരിലാണ് മേടിച്ചത്. അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സർവീസോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും റിസീവ് ചെയ്യുകയോ അതിന് പേയ്മെന്റ് കൊടുക്കുകയോ ഒക്കെ ചെയ്തു. ഇങ്ങനത്തെ ചില എക്സ്പെൻസുകൾ, ഈ എക്സ്പെൻസുകൾ ഉള്ളത് കൊണ്ടാണ് ബിസിനസ് നിലവിൽ വന്നപ്പോൾ സ്മൂത്ത് ആയി വർക്ക് ചെയ്യാൻ സാധിച്ചത്. സോ ഇത് നമ്മളുടെ അക്കൗണ്ട്സിൽ വരണം. പക്ഷെ ഒറ്റയടിക്ക് ഇതിനെ ഒരു എക്സ്പെൻസ് ആയി കാണിക്കാൻ പറ്റത്തില്ല, കാരണം ഒരു ഹ്യൂജ് എമൗണ്ടാ. അങ്ങനെ കാണിച്ച ഇനിഷ്യൽ ഇയറിൽ തന്നെ വലിയ നഷ്ടം ഉണ്ടാക്കി എന്നൊരു പ്രതീതി ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുമെന്നറിയാവോ? ഇതിനെ നമ്മൾ ഫോർ ദ ടൈം ബീങ് അസറ്റ് ആയി ട്രീറ്റ് ചെയ്യും. എന്നിട്ട് ഓരോ വർഷവും ചെറിയ ചെറിയ പോർഷൻ അസറ്റിൽ നിന്ന് കുറയ്ക്കുന്നത് പോലെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കൊണ്ടുവന്ന് എഴുതി റൈറ്റ് ഓഫ് ചെയ്ത് കളയും. അപ്പൊ അസറ്റായി കാണിച്ചു. ഈ അസറ്റിനെ ഓരോ വർഷം എഴുതി തള്ളി എക്സ്പെൻസ് കുറച്ചായിട്ട് എഴുതി തള്ളി അവസാനം അസറ്റ് ഇല്ലാതാവും എന്ന രീതി കാണിക്കും. ഓക്കെ ആണോ? അപ്പൊ ആ ഫുൾ എക്സ്പെൻസ് ഒരു വർഷം വന്നതുമില്ല, അതിന്റെ ബെനിഫിറ്റ്സ് ഒന്നിൽ കൂടുതൽ വർഷം ഉള്ളത് കൊണ്ട് ചെറുതായിട്ട് എക്സ്പെൻസ് ആയിട്ട് എഴുതി തള്ളി. എന്തുകൊണ്ട് എക്സ്പെൻസ് ആയി എഴുതി തള്ളുന്നു? റവന്യൂ എക്സ്പെൻഡിച്ചറാ. പക്ഷെ ഡെഫേർഡ് ആയതുകൊണ്ടാണ് അസറ്റ് ആയി ട്രീറ്റ് ചെയ്ത് ചെറിയ പോർഷൻ എഴുതി തള്ളുന്നത്. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ എക്സാമ്പിൾ ആണ് പ്രിലിമിനറി എക്സ്പെൻസ്. ഇതിനെ അസറ്റ് ആയി ട്രീറ്റ് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു. അസറ്റ് ആയി ട്രീറ്റ് ചെയ്യുമ്പോൾ അത് കറണ്ട് അസറ്റ് ആയിട്ടാണോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? ഫിക്സഡ് അസറ്റ് ആയിട്ടാണോ? ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ടാണോ? ഫിക്ടീഷ്യസ് അസറ്റ് ആയിട്ടാണോ ട്രീറ്റ് ചെയ്യുന്നത്? ഏത് ടൈപ്പ് അസറ്റ് ആയിട്ടാണ്? എക്സ്പെൻഡിച്ചറിന്റെ കേസ് വരുമ്പോൾ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, സോ ഇറ്റ് ഇസ് ട്രീറ്റഡ് ആസ് അസറ്റ് ആൻഡ് എ പോർഷൻ ഇസ് റിട്ടേൺ ഓഫ് ഈച്ച് ഇയർ. ക്ലിയർ? ടിൽ ദ അസറ്റ് ഇസ് ഫുള്ളി റിട്ടേൺ ഓഫ്. ഓക്കെ ആണോ? സോ ഇത് അസറ്റ് ആണെന്ന് പറഞ്ഞു. വിച്ച് ടൈപ്പ് ഓഫ് അസറ്റ് ഇറ്റ് ഇസ്? കറണ്ട് അസറ്റ് ആണോ? ഫിക്സഡ് അസറ്റ് ആണോ? ഇൻടാഞ്ചിബിൾ അസറ്റ് ആണോ? ഫിക്ടീഷ്യസ് അസറ്റ് ആണോ? Can anybody answer? പറയാമോ?
ആലോചിച്ച് നോക്കിയിട്ട് പറ. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് പറ. കറണ്ട് അസറ്റ് എന്താ? ആരെങ്കിലും ഒരാൾ പറ. കറണ്ട് അസറ്റ് എന്താ? ധൈര്യമായിട്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, തെറ്റിക്കോട്ടെ. ആരും പറയുന്നില്ലേ? കറണ്ട് അസറ്റ് അറിയത്തില്ലേ? ഒരു വർഷത്തിനുള്ളിൽ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ. യെസ്, അതാണ് കറണ്ട് അസറ്റ്. ഓക്കെ, ഫൈൻ. കറണ്ട് അസറ്റ് മാറ്റി വെച്ചു. അപ്പം ഒരു വർഷത്തിനുള്ളിൽ ബെനിഫിറ്റ് കിട്ടുന്ന അസറ്റ്. ഇനി ഫിക്സഡ് അസറ്റോ? ഒരു വർഷത്തിൽ കൂടുതൽ. ഒരു വർഷത്തിൽ കൂടുതൽ. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം സെറ്റ് ആയി. അത് രണ്ടും അസറ്റ് ആയിരിക്കണം അല്ലെ? രണ്ടും അസറ്റ് ആയിരിക്കണം. ഒന്ന് ബെനിഫിറ്റ് ഒരു വർഷത്തിൽ കുറവ്, ഒന്ന് ബെനിഫിറ്റ് ഒരു വർഷത്തിൽ കൂടുതൽ. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റിന്റെ ഒരു ടൈപ്പാ. ടാഞ്ചിബിളും ഉണ്ട്, ഇൻടാഞ്ചിബിളും ഉണ്ട്, ഫിക്സഡ് അസറ്റ്. ഓക്കെ, അതും പോയി. ഓക്കെ, ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ പ്രിലിമിനറി എക്സ്പെൻസ് ശരിക്കും അസറ്റ് ആയിരുന്നോ? അല്ല, അതിനെ നമ്മൾ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. എന്തിനു വേണ്ടി? ഒരു വർഷം ഒറ്റയടിക്ക് കാണിച്ചു കഴിഞ്ഞാൽ ആ വർഷം തന്നെ വലിയ ഭീമമായിട്ടുള്ള നഷ്ടം കാണിക്കും. അങ്ങനെ കാണിക്കണ്ട. അത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ അല്ല കാണിക്കുന്നത്. കാരണം ഈ എക്സ്പെൻസിന്റെ ബെനിഫിറ്റ് ഒന്നിക്കുള്ള വർഷമുണ്ട്. അത് P&L എഴുതി തള്ളുകയും വേണം. അപ്പൊ ഫോർ ദ ടൈം ബീയിങ് ഇതിനെ റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്യേണ്ടതുകൊണ്ട് ഇതിനെ അസറ്റ് സൈഡിൽ കൊണ്ട് റെക്കോർഡ് ചെയ്തു. ഓക്കെ ആണോ? എന്നിട്ട് പെതുക്കെ എഴുതി തള്ളി. അപ്പൊ അസറ്റ് അല്ലായിരിക്കെ ഇതിനെ ഒരു അസറ്റ് ആയി ട്രീറ്റ് ചെയ്തു. അപ്പൊ അതിനെ നമുക്ക് ഫിക്സഡ് അസറ്റ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. കാരണം അസറ്റുകളെ മാത്രമേ ഫിക്സഡ് എന്ന് വിളിക്കാൻ പറ്റൂ. കറണ്ട് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അസറ്റുകളെ മാത്രമേ കറണ്ട് എന്ന് വിളിക്കാൻ പറ്റൂ. ഇൻടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റിന്റെ ഒരു പാർട്ടാണ്. അപ്പൊ അതെന്തായിരിക്കും ആൻസർ? ഫിക്റ്റീഷ്യസ് അസറ്റ്. ഒരു അസറ്റ് അല്ലായിരിക്കെ അസറ്റ് ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ ആണോ? ഫിക്റ്റീഷ്യസ് അസറ്റ്. പ്രിലിമിനറി എക്സ്പെൻസ് ആർ ഇൻക്വയർഡ് ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി. കമ്പനിയുടെ കേസിലാകട്ടോ പ്രിലിമിനറി എക്സ്പെൻസ്. കമ്പനി ഇൻകോർപ്പറേറ്റഡ് ആയിട്ടില്ല, രജിസ്ട്രാർ ഓഫ് കമ്പനി ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല, അതിന് മുന്നേ കുറെ എക്സ്പെൻസസ് ഉണ്ടായി. രജിസ്ട്രേഷൻ ഫീ, ലീഗൽ ചാർജസ്, അങ്ങനെ കുറെ എക്സ്പെൻസസ്. ആൻഡ് ഡു നോട്ട് റെപ്രസെന്റ് റിയൽ അസറ്റ്. ഇതെന്താ? റിയൽ അസറ്റ് അല്ല. ദേ ആർ കോൾഡ് ഫിക്റ്റീഷ്യസ് അസറ്റ്. ഇതിനെ എന്തെന്ന് വിളിക്കും? ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് വിളിക്കും. ആസ് ദേ അപ്പിയർ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ വരുന്നത് കൊണ്ട്. Clear? But do not have tangible or intangible realizable value. ഇത് ശരിക്കും ഒരു അസറ്റ് അല്ല. ഓക്കെ ആണോ? ഈ കാണിച്ചിരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് യു കനോട്ട് സെൽ ഇറ്റ്. ഇറ്റ് ഇസ് നോട്ട് എ റിയൽ അസറ്റ്. ക്ലിയർ? സോ ഇറ്റ് ഇസ് ഫിക്റ്റീഷ്യസ് അസറ്റ്. അതെന്താണ്? ഫിക്റ്റീഷ്യസ് അസറ്റ് ആണ്. ദാറ്റ്സ് വാട്ട് ഫിക്റ്റീഷ്യസ് അസറ്റ് മീൻസ്. ആൻഡ് എ പ്രൈം എക്സാമ്പിൾ ഫോർ ദാറ്റ് ഇസ് പ്രിലിമിനറി എക്സ്പെൻസസ്. ഇത് എന്തുവാണ്? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലേ? ഇറ്റ് ഇസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ ബട്ട് ദ ബെനിഫിറ്റ് ഇസ് ഇൻക്വയർഡ് ഫോർ more than 1 year, so treated as revenue expenditure. ഈ രജിസ്ട്രേഷൻ നടത്തിയത് കൊണ്ടാണ് കമ്പനി മുന്നോട്ടേക്ക് പോകുന്നത്. രജിസ്ട്രേഷന്റെ ബെനിഫിറ്റ് മുന്നോട്ടേക്ക് എല്ലാം നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ലീഗൽ ചാർജിന്റെ ബെനിഫിറ്റ് മുന്നോട്ടേക്ക് എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. സോ ഒരു വർഷം തന്നെ കാണിക്കുന്നത് ശരിയല്ല. ക്ലിയർ ആണോ? 45ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻകം ടാക്സ് പെയ്ഡ് ബൈ എ സോൾ പ്രൊപ്രൈറ്റർ ഓൺ ഹിസ് ബിസിനസ് ഇൻകം ഷുഡ് ബി. എന്ത് ചെയ്യണം? സോൾ പ്രൊപ്രൈറ്റർ ഒരു വ്യക്തിയെ ഉള്ളൂ, ഇൻകം ടാക്സ് അയാൾ പേ ചെയ്തു. ഡെബിറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ടിൽ കൊണ്ടുപോയി ഡെബിറ്റ് ചെയ്യണോ? ഡെബിറ്റഡ് ടു P&L അക്കൗണ്ട്, P&L അക്കൗണ്ടിൽ കൊണ്ടുപോയി ഡെബിറ്റ് ചെയ്യണോ? ഡിഡക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റ്, ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ നിന്ന് കുറയ്ക്കണോ? ഡിഡക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ബാലൻസ് ഷീറ്റ്, ക്യാഷ് അക്കൗണ്ട് ഇൻ ബാലൻസ് ഷീറ്റ്, ബാലൻസ് ഷീറ്റിലെ ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കണോ? എവിടെ നിന്ന് കുറയ്ക്കണം? ചിന്തിച്ച് നോക്കിയിട്ട് പറയണേ. സോൾ പ്രൊപ്രൈറ്ററാ, അതായത് ബിസിനസ്സും ബിസിനസ്സുകാരനും ഒരാൾ തന്നെ. നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഒരാൾ തന്നെ. ക്ലിയർ ആണോ? അപ്പൊ ബിസിനസ്സിന് ലാഭം ഉണ്ടെങ്കിൽ അയാൾ തന്നെ മൊത്തം എടുക്കും, നഷ്ടം ഉണ്ടെങ്കിൽ അയാൾ തന്നെ മൊത്തം എടുക്കും. ആ കേസിൽ ഇൻകം ടാക്സ് ലയബിലിറ്റി ഉണ്ട്. അയാളുടെ ബിസിനസ്സിന് ഇൻകം ടാക്സ് ലയബിലിറ്റി. അയാൾ സോൾ ട്രേഡർ ആയതുകൊണ്ട് അയാളുടെ പേഴ്സണൽ ഇൻകം ടാക്സിന്റെ കൂടെ തന്നെ ആയിരിക്കും ഈ സാധനവും കയറിപ്പോകുന്നത്. കാരണം ബിസിനസ് സോൾ ട്രേഡിംഗ് കൺസേൺ ആയതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു പേഴ്സൺ ആയിട്ട് ഒന്നും ട്രീറ്റ് ചെയ്യുന്നില്ല. ലോ അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് പേഴ്സൺ ആണ് ഡ്യൂ ടു ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. പക്ഷെ നിയമപരമായി സെപ്പറേറ്റ് പേഴ്സൺ അല്ല. ബോത്ത് ദ സോൾ ട്രേഡർ ആൻഡ് ദ ബിസിനസ് ആർ ട്രീറ്റഡ് ആസ് വൺ ഇൻ ഫ്രണ്ട് ഓഫ് ലോ. ഇൻകം ടാക്സ് ആക്ടിന്റെ മുന്നിലും അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യുന്നു. സോ സോൾ ട്രേഡറുടെ ഇൻകത്തിനകത്തായിരിക്കും ബിസിനസിന്റെ ഇൻകം കയറുന്നത്. ഓക്കെ ആണോ? പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, PGBP ഹെഡിനകത്ത് വരും. ക്ലിയർ ആണോ? പക്ഷെ കമ്പനിയുടെ കേസ് അങ്ങനെയല്ല. കമ്പനി അക്കൗണ്ടിങ്ങിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലും സെപ്പറേറ്റ് പേഴ്സൺ ആണ് ഡ്യൂ ടു ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ലീഗലിയും ഇറ്റ് ഇസ് എ സെപ്പറേറ്റ് പേഴ്സൺ. സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട് കമ്പനിക്ക്. സോ കമ്പനി വിൽ ബി ടാക്സ് സെപ്പറേറ്റ്ലി. കമ്പനിയുടെ റിട്ടേൺസ് കമ്പനി ഫയൽ ചെയ്തോളും. ക്ലിയർ ആണ്? അവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് ടാക്സ് ചെയ്യപ്പെടുന്നത്. ഇനിയും നിങ്ങൾ പറ, സോൾ ട്രേഡർ ഇൻകം ടാക്സ് പേ ചെയ്തിട്ടുണ്ട് എങ്കിൽ, ക്ലിയർ, ബിസിനസ് ഇൻകത്തില്
ഇത് എവിടെ കാണിക്കണം? Debited to trading account, debited to P&L account, deducted from capital in balance sheet, deducted from cash account in balance sheet. എവിടെ കാണിക്കണം? എവിടെ ആയിരിക്കും ലോജിക്കലി കാണിക്കുക? ഡിഡക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ ഇൻ ബാലൻസ് ഷീറ്റ്. അയാളുടെ ക്യാപിറ്റലിൽ, ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് കാണിച്ചാൽ മതി. ക്ലിയർ ആണോ? സോൾ പ്രൊപ്രൈറ്ററുടെ കേസിൽ ദ ബിസിനസ് ആൻഡ് ദ ഓണർ ആർ കൺസിഡർഡ് ദ സെയിം ലീഗൽ എൻറ്റിറ്റി. രണ്ടുപേരും ലീഗലി ഒന്നാ. ഒരിക്കലും ചിന്തിക്കരുത് അപ്പൊ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്താ. അത് പറയുന്ന അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ ബിസിനസ് ആൻഡ് ദ ഓണർ ഷുഡ് ബി ട്രീറ്റഡ് സെപ്പറേറ്റ്ലി. അതേ പറയുന്നുള്ളൂ. ലീഗൽ ആസ്പെക്ട് വേറെതാ. ഒരു കോർട്ട് ഓഫ് ലോയുടെ മുന്നിൽ ചെല്ലുമ്പോൾ സോൾ ട്രേഡർ ആൻഡ് ഹിസ് സോൾ ട്രേഡിംഗ് കൺസേൺ ആർ ട്രീറ്റഡ് ആസ് വൺ. അതായത് ഒരു വ്യക്തിക്ക് സോൾ ട്രേഡിംഗ് കൺസേണിനെതിരെ കേസ് കൊടുക്കണമെങ്കിൽ ഹി വിൽ സ്യൂ ദി സോൾ ട്രേഡർ. ക്ലിയർ? അല്ലാതെ സോൾ ട്രേഡിംഗ് കൺസേൺ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഇല്ല. സോ ഇൻകം ടാക്സ് ആക്ടും ഒരു ലോ ആണ്. സോ in front of that law also they are same legal entity. Therefore income tax paid on business profit is treated as personal expense. കിട്ടിയോ? അതിന് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? പേഴ്സണൽ എക്സ്പെൻസ്. കൈൻഡ് ഓഫ് എ ഡ്രോയിങ്. ക്ലിയർ ആണോ? ഡ്രോയിങ് പോലെ ട്രീറ്റ് ചെയ്യും. ആൻഡ് ഡിഡക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറയുന്നത് കമ്പനിയുടെ കേസിലല്ല. കമ്പനിയുടെ കേസിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L ഡെബിറ്റ് ചെയ്യപ്പെടും. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡെബിറ്റ് അല്ല, സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L എക്സ്പെൻസിനകത്ത് വരും. ക്ലിയർ ആണോ? സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ഡെബിറ്റ് അല്ല എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റിൽ ഡെബിറ്റും ക്രെഡിറ്റും ഇല്ല, അക്കൗണ്ടിലേ ഉള്ളൂ ഡെബിറ്റും ക്രെഡിറ്റും. സ്റ്റേറ്റ്മെന്റിൽ എക്സ്പെൻസിന്റെ കീഴിൽ വരും. കാരണം കമ്പനിക്ക് അത് എക്സ്പെൻസ് ആ. കമ്പനി സെപ്പറേറ്റ് പേഴ്സൺ ആ. കമ്പനിയുടെ ടാക്സ് കമ്പനി അടയ്ക്കുന്നത്, ഓണേഴ്സ് അല്ല അടയ്ക്കുന്നത്. ക്ലിയർ ആണോ? സോൾ ട്രേഡിംഗ് കൺസേൺ ആയതുകൊണ്ട് ഇത് സ്വന്തം പേഴ്സണൽ എക്സ്പെൻസ് പേ ചെയ്തോലെ കാണിക്കും. അത് ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കും. ഡിഡക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ ആൻഡ് നോട്ട് ചാർജ് ടു P&L അക്കൗണ്ട്. P&L അക്കൗണ്ട് ചാർജ് ചെയ്യത്തില്ല. ഓക്കെ ആണോ? അയാളുടെ പേഴ്സണൽ ഇൻകത്തിനകത്ത് വരും. ഒരാളുടെ ഇൻകം 5 ഹെഡ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സാലറി ഇൻകം, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ, അതുപോലെ തന്നെ എന്താ പറയുന്നത് അതർ ഇൻകം. അങ്ങനെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? ഇൻകം ഫ്രം അതർ സോഴ്സ്. അതിനകത്ത് PGBP, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷനകത്ത് ഈ ഇൻകം അയാൾ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് അടച്ചോളും. ക്ലിയർ ആണോ? അപ്പൊ അയാൾ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് അടയ്ക്കും എന്ന് പറഞ്ഞാലും അയാൾ ആരുടെ പൈസ ആയിരിക്കും എടുക്കുന്നത്? ബിസിനസിന്റെ പൈസ ആയിരിക്കും എടുക്കുന്നത്. ബിസിനസിന്റെ പൈസ അയാളുടെ പൈസ. അപ്പൊ അയാൾ പേഴ്സണൽ എക്സ്പെൻസ് പേ ചെയ്ത പോലെ ട്രീറ്റ് ചെയ്ത് ക്യാപിറ്റൽ ചെയ്ത് കുറച്ച് കാണിക്കും. കിട്ടിയോ? ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? കമ്പനിയിലാണെങ്കിൽ P&L അക്കൗണ്ടിൽ കാണിക്കുന്നു. അങ്ങനെ എന്താ പറഞ്ഞത്? യെസ്, കമ്പനി P&L അക്കൗണ്ട് ഇല്ല കേട്ടോ. കമ്പനിയില് സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. കാരണം കമ്പനിയുടെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് കമ്പനീസ് ആക്ട് 2013 ഷെഡ്യൂൾ 3 പറഞ്ഞിട്ടുള്ള ഫോർമാറ്റ് അനുസരിച്ചാണ്. ആ ഫോർമാറ്റ് അനുസരിച്ച് സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ബാലൻസ് ഷീറ്റും ഉണ്ട്. അപ്പം ഈ സംഭവം കമ്പനിയുടെ കേസ് ആകുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L എക്സ്പെൻസ് എന്ന് പറയുന്ന കോളത്തിനകത്ത് വരും. കമ്പനിയുടെ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇൻകം ടാക്സ് പേ. കമ്പനി സെപ്പറേറ്റ് പേഴ്സൺ ആണ്. കമ്പനിയുടെ എക്സ്പെൻസ് കമ്പനിയുടെ എക്സ്പെൻസ്. ക്ലിയർ ആണോ? നിങ്ങൾക്ക് നോക്കാനില്ല, കമ്പനി അക്കൗണ്ട്സ് നിങ്ങൾക്ക് പഠിക്കാനില്ല. സോ അത്രയും ഡീപ്പായിട്ട് നോക്കണ്ട. പക്ഷെ ജസ്റ്റ് ഒരു ജനറൽ ഇൻഫർമേഷൻ പോലെ അറിഞ്ഞു വെച്ചോ. ഷെഡ്യൂൾ 3 ഓഫ് കമ്പനീസ് ആക്ട് 2013 അതിനകത്ത് പറയുന്ന ഫോർമാറ്റിലാണ് പ്രിപ്പയർ ചെയ്യുന്ന കമ്പനി അക്കൗണ്ട്സ്. ഓക്കെ ആണോ? യെസ്. ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്യും? ഡിഡക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ. ക്യാപിറ്റൽ നിന്ന് കുറച്ച് കാണിക്കും. പേഴ്സണൽ എക്സ്പെൻസ് പോലെ ട്രീറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? 46ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ ഗുഡ്സ് ആർ റിട്ടേൺ ടു സപ്ലയർ. സപ്ലയറിന് ഗുഡ്സ് റിട്ടേൺ ചെയ്യുമ്പോൾ വിച്ച് ഡോക്യുമെന്റ് ഇസ് സെൻഡ് ടു ഹിം? ഏത് ഡോക്യുമെന്റ് അയാൾക്ക് കൊടുക്കുന്നത്? ഡെബിറ്റ് നോട്ട് ആണോ, ക്രെഡിറ്റ് നോട്ട് ആണോ, കോളംനാർ ജേർണൽ ആണോ, ബോത്ത് ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് നോട്ട് ആണോ? നമ്മൾ ഗുഡ്സ് കറക്റ്റ് ആൻസർ. നമ്മൾ ഗുഡ്സ് റിട്ടേൺ ചെയ്യുക. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും? ഡെബിറ്റ് നോട്ട് കൊടുക്കും. ക്ലിയർ? ദെൻ എ ബയർ റിട്ടേൺസ് ഗുഡ്സ് ടു സപ്ലയർ. ബയർ സപ്ലയർക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ ഡെബിറ്റ് നോട്ട് ഇസ് ഇഷ്യൂഡ്. തിരിച്ചാകുമ്പോൾ ക്രെഡിറ്റ് നോട്ട്. ഓക്കെ ആണോ? ഡെബിറ്റ് നോട്ട് കിട്ടിയതിന് ശേഷം ബയർക്ക് കൊടുക്കുന്നതാണ് ക്രെഡിറ്റ് നോട്ട്. ഇറ്റ് നോട്ടിഫൈ ദ സപ്ലയർ ദാറ്റ് their account has been debited. സപ്ലയറെ അറിയിക്കുക, നിങ്ങളുടെ അക്കൗണ്ട് ഞാൻ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ഡെബിറ്റഡ്. നേരത്തെ ക്രെഡിറ്റ് ചെയ്തേക്കുക. ഞാൻ എന്റെ ലൈബിലിറ്റി, ബാധ്യതയായിട്ടാണ് നിങ്ങളെ കണ്ടത്. നിങ്ങൾക്ക് പൈസ തരാനുണ്ട്. ഇപ്പൊ ഞാൻ കുറച്ച് ഗുഡ്സ് തിരിച്ചയച്ചത് കൊണ്ട് ഈ ബാധ്യത കുറഞ്ഞല്ലോ, ഞാൻ ആ ഗുഡ്സ് മേടിച്ചില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളെ ഡെബിറ്റ് ചെയ്തു എന്ന് അറിയിക്കാൻ വേണ്ടി ഡെബിറ്റ് നോട്ട് കൊടുക്കും. അപ്പൊ സപ്ലയർ തിരിച്ച് ക്രെഡിറ്റ് നോട്ട് കൊടുക്കും. നിങ്ങളെ ഞാൻ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, നേരത്തെ നിങ്ങളെ അസറ്റ് ആയി ട്രീറ്റ് ചെയ്ത് നിങ്ങൾ എനിക്ക് പൈസ തരാനുണ്ട്, അതുകൊണ്ട് നിങ്ങളെ ഡെബിറ്റ് ചെയ്തേക്കുമായിരുന്നു. ഇപ്പൊ നിങ്ങൾ അത്രയും പൈസ എനിക്ക് തരാനല്ലോ, നിങ്ങൾ ഗുഡ്സ് റിട്ടേൺ ചെയ്തില്ല, സോ നിങ്ങൾ ഞാൻ ക്രെഡിറ്റ് ചെയ്തു. അങ്ങനെ ക്രെഡിറ്റ് നോട്ട് സപ്ലയർ തിരിച്ചും കൊടുക്കും.
Okay ആണോ? Conversely, a credit note is issued by seller in response to acknowledging the return. Return acknowledge ചെയ്ത് seller ഒരു credit note കൊടുക്കും. So debit note and credit note return ന്റെ ബേസിസിലാണ്. Buyer return ചെയ്യുമ്പോൾ he will issue a debit note to the supplier and supplier issues a credit note acknowledging the return. Clear അല്ലേ ഇത്? Okay. Yes, sir. Next, another question. If opening stock is 4,000, opening stock 4,000 ആണ്. Cost of purchase 14,000. Cost of purchase, okay, purchase. Stock, opening stock, purchase 14,000. Cost of goods sold 12,000. Cost of goods sold 12,000. Find out the value of closing stock. Closing stock in the value കണ്ടെത്തണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് ആ ഇക്വേഷൻ ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഈസ് ഈക്വൽ ടു, നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് plus purchases, net purchase, that means purchase minus purchase return plus direct expenses minus closing stock. Clear ആണോ? നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. We have an equation. Clear അല്ലേ? So 12,000 is equal to opening stock 4,000 plus cost of purchases 14,000, direct expenses ഇല്ല, so no problem, minus closing stock. ഇത്രയുമാണ് നമ്മുടെ ഇക്വേഷൻ. So 12,000 is equal to 4,000 plus 14,000 minus closing stock. We have to find out closing stock. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്കിനെ ഈക്വലിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാ. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 4,000 plus 14,000 minus 12,000. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ആ ഇക്വേഷൻ ഒന്ന് ഇട്ട് നോക്കിയിട്ട് ആൻസർ ഒന്ന് പറയാമോ? എത്രയായിരിക്കും ആൻസർ? 6,000 അല്ലേ? 6,000 ആണ് ആൻസർ. പിടി കിട്ടിയോ? ഓക്കെ അല്ലേ? അത് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്ട് എക്സ്പെൻസ് മൈനസ് കോസ്റ്റ് ഓഫ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ളതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ ഇക്വേഷൻ. ഡയറക്ട് എക്സ്പെൻസ് ഇല്ലാത്തതുകൊണ്ട് വി ജസ്റ്റ് അവോയ്ഡഡ് ഇറ്റ്, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ അതിനകത്ത്? ഇത് മാറിയും തിരിച്ചും ഒക്കെ ചോദിക്കാം. ഒരു ക്വസ്റ്റ്യന് ബാക്കി ഇൻഫർമേഷൻ തന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കാം, പർച്ചേസ് കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഓക്കെ ആണോ? ഇനി പർച്ചേസിനകത്ത് തന്നെ അഡീഷണൽ ഇൻഫർമേഷൻ തരാം. ക്യാഷ് പർച്ചേസ് ഇത്ര. ഓക്കെ ആണോ? അപ്പൊ ആ രീതിയിൽ, അല്ലെങ്കിൽ പോട്ടെ ക്യാഷ് പർച്ചേസ് ഇത്ര എന്നൊക്കെ തന്നിട്ട് ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കാൻ ഒക്കെ ചോദിക്കാം. അപ്പൊ ടോട്ടൽ പർച്ചേസ് കണ്ടുപിടിച്ചിട്ട് അതിനകത്തൊന്ന് മൈനസ് ക്യാഷ് പർച്ചേസ്, ബാക്കിയായിരിക്കും ക്രെഡിറ്റ് പർച്ചേസ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. സോ ആ രീതിയിൽ അങ്ങോട്ട് മാറിയും തിരിഞ്ഞും ഒക്കെ അതിനകത്തുനിന്ന് വരാം. പ്രധാനമായിട്ടും കണക്ക് ചോദിക്കാനുള്ളത് അക്കൗണ്ടിങ് ഇക്വേഷനും പിന്നെ ഇതാ പിന്നെ മാറിയും തിരിഞ്ഞും ചോദിക്കാൻ സാധ്യതയുള്ളത്. സോ ഈ ഇക്വേഷൻ ജസ്റ്റ് മനസ്സിലാക്കുക, അതെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടണോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈക്വൽ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ സൈൻ ചേഞ്ച് ചെയ്യും, അത്രയും. അത് മൈനസ് ചെയ്യുന്നത് നമ്മള് ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രമല്ല മൈനസ് ചെയ്യണ്ടോ? യെസ്, ഇക്വേഷൻ നമ്മുടെ ഇതാണ്. ഇക്വേഷൻ ഇതാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്ട് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. നമ്മൾ ആ ഇക്വേഷൻ പറഞ്ഞല്ലോ. എന്തോ എക്സ്ട്രാ കാര്യങ്ങൾ അവർ ആഡ് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം പ്ലസ് ചെയ്യാനാണോ മൈനസ് ചെയ്യാൻ വേറെ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, മൈനസ് ചെയ്യാൻ വേറെ ഒന്നുമില്ല. കോസ്റ്റ് ഓഫ് ഗുഡ്സ് അല്ല, ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രമാണ് മൈനസ് ചെയ്യുന്നത്. ഓക്കെ. ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട് ചെയ്യാനുള്ളൂ. ഇപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരുന്നു കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നതെങ്കിൽ എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചേനെ? ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരുന്നു കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നതെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ക്ലിയർ, മൈനസ് പർച്ചേസ്, പർച്ചേസ് ഈക്വൽ അപ്പുറത്തേക്ക് പോകും, മൈനസ് പർച്ചേസ്, ക്ലിയർ, പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക്. പിടികിട്ടിയോ? ഓക്കെ ആണോ? ഈക്വൽ അപ്പുറത്തേക്ക് അങ്ങ് പോകും. അപ്പൊ ആ കൺവീനിയന്റ്ലി ആ ഇക്വേഷൻ ചേഞ്ച് ചെയ്താൽ മതി. എങ്ങനെയാണെങ്കിലും ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടുന്ന സാധനം വരണം. അത് പോസിറ്റീവും ആയിരിക്കണം, അത് നെഗറ്റീവ് ആകരുത്. അതിനനുസരിച്ച് ബാക്കി സംഭവങ്ങളെ അപ്പുറത്തോട്ട് കൊണ്ടുവരുമോ അതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ക്ലിയർ ആണോ? ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓൾറെഡി നെഗറ്റീവിലായിരുന്നു. സോ അപ്പുറത്തോട്ട് കൊണ്ടുപോയത് പോസിറ്റീവ് ആവും. അതുകൊണ്ട് അതിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ഉള്ള കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അത് പോസിറ്റീവ് ആയി, ഈക്വൽ അപ്പുറം വന്നപ്പോൾ നെഗറ്റീവ് ആയി. ക്ലിയർ ആണോ? ഡൗട്ട് ഇല്ലല്ലോ അതിനകത്ത്? ഇല്ല. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിപ്ലീഷൻ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് യൂസ്ഡ്. താഴെ പറയുന്നവർ ഏതിന്റെ കേസിലാണ് ഡിപ്ലീഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്? ഡിപ്ലീഷൻ പല തരത്തിലുള്ള സംഭവങ്ങളെ പറ്റി പറഞ്ഞായിരുന്നു. അമോർട്ടൈസേഷൻ, ഡിപ്ലീഷൻ, ഡിപ്രീസിയേഷൻ പലതും പറഞ്ഞായിരുന്നു. അതിനകത്ത് ഡിപ്ലീഷൻ എന്തിന്റെ കേസിൽ ഉപയോഗിക്കുന്നത്?
മൈൻസ്, അതെ, നാച്ചുറൽ റിസോഴ്സസിന്റെ കേസിലാണ് ഡിപ്ലീഷൻ ഉപയോഗിക്കുന്നത്. മൈൻസ് ഓക്കെ ആണോ? സോ ഡിപ്ലീഷൻ മെത്തേഡ് ഈസ് യൂസ് ഇൻ ദ കേസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അവയുടെ കേസിലാണ് മൈൻസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. സോ ഡിപ്ലീഷൻ ആ ഒരു കേസ്. പിന്നെ ബാക്കിയുള്ള സംഭവങ്ങൾ പേറ്റന്റിന്റെ കേസ് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ളതുകൊണ്ട് അമോർട്ടൈസേഷൻ, മെഷീൻസിന്റെ കേസ് ഡിപ്രീസിയേഷൻ, ലൂസ് ടൂൾസിന്റെ കേസ് എന്തായിരുന്നു, എന്താ പറയുന്നത്, ലൂസ് ടൂൾസ് ഒരു വേർഡ് ഉണ്ട്, ഞാനത് മറന്നുപോയി. ഡിപ്ലീഷൻ ഉണ്ട്, അമോർട്ടൈസേഷൻ ഉണ്ട്, ഡിപ്രീസിയേഷൻ ഉണ്ട്. ലൂസ് ടൂൾസിന് ഒരു പെർട്ടിക്കുലർ വേർഡ് ഉണ്ട്, അതിന്റെ റിഡക്ഷൻ ഇൻ വാല്യൂവിന്. ജസ്റ്റ് ഒന്ന് നോക്കിക്കോണം, ഞാനിപ്പോ അത് ഓർക്കുന്നില്ല. ഓക്കെ ആണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആ വേർഡ്? ഞാൻ ജസ്റ്റ് മറന്നുപോയി. ലൂസ് ടൂൾസ്. എനിവേ ഇൻടാഞ്ചിബിൾ അമോർട്ടൈസേഷൻ എന്നാ വിളിക്കുന്നത്. ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ് ആണെങ്കിൽ ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കും. ക്ലിയർ? ലൂസ് ടൂൾസിനൊക്കെ വേറൊരു പേരാണ് നമ്മൾ പറയുന്നത്. ഡിപ്ലീഷൻ അല്ല, ഡിലീഷനോ ലൈക്ക് ദാറ്റ്, അങ്ങനെ എങ്ങാണ്ട്. ഞാൻ മറന്നുപോയി, ജസ്റ്റ് ഞാൻ നോക്കിയിട്ട് പറയാം. നമ്മൾ നോട്ടി തന്നിട്ടുണ്ട് കേട്ടോ, ഡിസ്കസ് ചെയ്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് ഉറപ്പാ. പിന്നെ മൈൻസിന്റെ കേസാണ് ഡിപ്ലീഷൻ എന്ന് പറയും. ജസ്റ്റ് നോട്ട് ഒന്ന് റെഫർ ചെയ്യുക കേട്ടോ, എന്നാൽ ഞാനത് എണ്ണി പറഞ്ഞിട്ടുണ്ട് ഓരോ ടൈപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളുടെ എന്തുമായി ബന്ധപ്പെട്ടതാ, എന്താ എന്റെ പേര്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അവിടെ നമ്മൾ ലെഗസിയെ പറ്റി പഠിച്ച. ലെഗസി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ നമ്മൾ എന്താ ചെയ്യുക? ലെഗസി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടിയോ സംതിങ് ഉണ്ടായിരുന്നു, അയാൾ മരിച്ച സമയത്ത് അയാളുടെ വില്ലിലൂടെ അയാൾ ആ പ്രോപ്പർട്ടി ആരിലേക്ക് മാറ്റി? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ചാരിറ്റബിൾ ഓർഗനൈസേഷനിലേക്ക് മാറ്റി. അതിനെ ലെഗസി എന്ന് പറയുന്നത്. ലെഗസി ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഒരു പ്രധാനപ്പെട്ട വരുമാനമാണ്. ഇതെങ്ങനെ കാണിക്കണം? ലെഗസിയെ ക്യാപിറ്റലൈസ് ആൻഡ് ടേക്കൺ ടു ബാലൻസ് ഷീറ്റ്, മൊത്തമായി ക്യാപിറ്റലൈസ് ചെയ്ത് ബാലൻസ് ഷീറ്റിൽ കാണിക്കണോ? ഇതിനെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ക്രെഡിറ്റ് ചെയ്യണോ? എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഡെബിറ്റ് ചെയ്യണോ? അതോ റവന്യൂ ആയിട്ട് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ലെഗസി ക്യാപിറ്റൽ. യെസ്, നമ്മളത് സ്പെസിഫിക്കലി പഠിച്ചായിരുന്നു. ഇറ്റ് ഈസ് ക്യാപിറ്റലൈസ്. ക്ലിയർ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ചെറിയ നോട്ട് തന്നായിരുന്നു. നോട്ട് ഇൻ ദ സെൻസ് ഒരു ബുക്കിന്റെ കോപ്പി എടുത്ത് ഞാൻ തന്നായിരുന്നു. അത് കിട്ടിയായിരുന്നോ? ഇല്ല, ഞാൻ ലേറ്റ് ജോയിനിങ് ആണ്, കിട്ടിയിട്ടില്ല. ഓക്കെ, ഞാനത് മാമിനോട് പറയാൻ കേട്ടോ. മാം അത് മറന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കൊടുക്കാനായിട്ട് പറയാം. ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ 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 ഓക്കെ. സോ അതാണ് അതിന്റെ കേസ് എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, സോറി കേട്ടോ. ഓക്കെ. സോ ഞാൻ അതിന്റെ നോട്ട്സ് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് അയക്കാനായിട്ട് പറയാം. ഞാൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ആ നോട്ട് ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതാണ്, കാരണം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഏത് ഐറ്റത്തെ എന്ത് ചെയ്യണം, ക്യാപിറ്റലൈസ് ചെയ്യണോ, റവന്യൂ ആക്കണോ, അതാക്കണോ, ഇതാക്കണോ. ഞാൻ ഓൾറെഡി ഇട്ടേക്കുന്ന നോട്ടിനകത്തും തന്നിട്ടുണ്ട്. ബട്ട് കുറച്ചുകൂടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനാണ് ആ നോട്ട് തന്നേക്കുന്നത്. അതിനകത്ത് തിയറി മാത്രം നോക്കിയാൽ മതി, പ്രോബ്ലംസ് ഒന്നും നോക്കണ്ട. ജസ്റ്റ് ഒരു 7 pages എല്ലാം കാണാൻ അത്രേ ഉള്ളൂ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, അപ്പൊ നമ്മുടെ ആൻസർ എന്താ? ക്യാപിറ്റലൈസ് ചെയ്യും, ടേക്കൺ ടു ബാലൻസ് ഷീറ്റ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി കംസ് അണ്ടർ. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്താ? റിയൽ അക്കൗണ്ട് ആണോ, നോമിനൽ ആണോ, പേഴ്സണൽ ആണോ, എക്സ്പെൻസ് അക്കൗണ്ട് ആണോ? ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി, ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റഡ് ടു എ പെർട്ടിക്കുലർ പേഴ്സൺ. ഓക്കെ, it is a personal account. Yes, salary represents a liability for the business, meaning the amount is owed to employee. So employee എന്ന് പറയുന്ന ഒരു പേഴ്സണിലേക്കാണ് നമ്മളത് owe ചെയ്യുന്നത്. So it is a personal account. It is classified as representative personal account. ഇതെന്താണ്? representative personal account ആണ്. ഓക്കെ ആണോ? representative, just like creditor account. കുടിശ്ശിക അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത്? സാലറി കൊടുക്കാനുള്ള അത് തന്നെ, കുടിശ്ശിക തന്നെ. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി മീൻസ് സാലറി പേയബിൾ ബട്ട് നോട്ട് യെറ്റ് പെയ്ഡ്. കൊടുക്കാറുണ്ട്, കൊടുത്തിട്ടില്ല. ഓക്കെ ആണോ? ബിക്കോസ് ഇറ്റ് റെപ്രസെന്റ് ദ എമൗണ്ട് പേയബിൾ ടു എ പേഴ്സൺ ഓർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ. കൊടുക്കാറുണ്ട്, കൊടുത്തിട്ടില്ല. പിന്നെ എന്തിനാ നമ്മളിപ്പോ കാണിക്കുന്നത്? കൊടുക്കാനുള്ളതല്ലേ, കൊടുത്തില്ലല്ലോ, കൊടുക്കുമ്പോ കാണിച്ചാൽ പോരെ. എന്തുകൊണ്ട് കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ട്സ് 2 രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ക്യാഷ് ബേസിസിലും അക്രൂവൽ ബേസിസിലും. ക്യാഷ് ബേസിസ് ആണ് കിട്ടുമ്പം
കാണിക്കുക, കൊടുക്കുമ്പോൾ പോയെന്ന് കാണിക്കുക, കിട്ടിയെന്ന് കാണിച്ചാൽ മതി, കൊടുത്തെന്ന് കാണിച്ചാൽ മതി. അങ്ങനല്ല നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പറയുന്നത് ക്യാഷ് ബേസിസിൽ പ്രിപ്പയർ ചെയ്യരുത്, അക്രൂവൽ ബേസിസിൽ പ്രിപ്പയർ ചെയ്യണം. അക്രൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം കിട്ടാൻ ഉള്ളതാണോ ഈ വർഷം തന്നെ കാണിക്കുക, കിട്ടിയോ ഇല്ലയോ എന്ന് ചിന്തിക്കേണ്ട. ഈ വർഷം നിങ്ങൾക്ക് ഒരു വരുമാനമുണ്ട്, ഈ വർഷം നിങ്ങൾ ആ വരുമാനം കിട്ടാനുള്ള അർഹത ഏൺ ചെയ്തു എങ്കിൽ ഈ വർഷം തന്നെ നിങ്ങളെ വരുമാനമായി കാണിക്കുക. ഈ വർഷം നിങ്ങൾക്ക് ഒരു ചെലവുണ്ട്, ഈ വർഷം തന്നെ നിങ്ങൾ കൊടുക്കേണ്ടതാണ്, കൊടുത്തോ ഇല്ലയോ എന്ന് ചിന്തിക്കേണ്ട, ഈ വർഷം തന്നെ കാണിച്ചോളൂ. എന്നാലേ കറക്റ്റ് പ്രോഫിറ്റ് അറിയാൻ സാധിക്കത്തുള്ളൂ. അത് അക്രൂവൽ ബേസിസ്. അതുകൊണ്ട് ഈ വർഷം കൊടുക്കേണ്ട സാലറിയ അതിന്റെ സർവീസ് ആ എംപ്ലോയി ഈ വർഷം ചെയ്തിട്ടുണ്ട്, സോ ഈ വർഷം കൊടുക്കേണ്ടതാ, ഈ വർഷം തന്നെ എക്സ്പെൻസ് ആയി കാണിക്കണം. നിങ്ങൾ എപ്പോൾ കൊടുക്കുന്നു എന്നുള്ളത് ബിസിനസ്സിൽ അറിയേണ്ട ആവശ്യമില്ല. ക്ലിയർ? അക്കൗണ്ട്സിൽ അത് നോക്കത്തില്ല. റീസൺ ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ വർഷം ഞാൻ സാലറി കൊടുത്തതേ ഇല്ല, അടുത്ത വർഷമേ ഞാൻ സാലറി കൊടുക്കുന്നുള്ളൂ, അടുത്ത വർഷം എക്സ്പെൻസ് ഭയങ്കരമായി കൂടി കാണിക്കും. പക്ഷെ അത്ര എക്സ്പെൻസ് ആ സമയത്ത് ഉണ്ടോ? ഇല്ല. ഈ വർഷത്തെയും കൂടെ സാലറി കൊടുക്കാതിരുന്ന് കുടിശ്ശികയായിട്ട് ആ വർഷം ഒറ്റയടിക്ക് കൊടുക്കുന്നതുകൊണ്ട് കൂടുതൽ എക്സ്പെൻസ് ആയി. അപ്പൊ ആ വർഷത്തെ പ്രോഫിറ്റ് ഭയങ്കരമായി കുറയും, ചിലപ്പോൾ നഷ്ടം കാണിക്കാൻ സാധ്യതയുണ്ട്. പുറത്തുനിന്ന് നോക്കുന്ന ആൾ ചിന്തിക്കും ഈ വർഷം ഭയങ്കര ലാഭം, അടുത്ത വർഷം ഭയങ്കര നഷ്ടം, ഇതെന്തുവാ മറിമായി. അപ്പൊ ഓർഗനൈസേഷന് നല്ല രീതിയിൽ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ശരിക്കും പ്രശ്നം പറ്റിയോ? ഇല്ല. കഴിഞ്ഞ വർഷം എക്സ്പെൻസ് കാണിച്ചില്ല, ഈ വർഷം കൊണ്ട് അതും കൂടെ ചേർത്ത് കാണിച്ചു. അപ്പൊ കഴിഞ്ഞ വർഷം എക്സ്പെൻസ് കാണിക്കാഞ്ഞത് കൊണ്ട് ലാഭം കൂടി നിന്നു, ഈ വർഷം കൂടുതൽ എക്സ്പെൻസ് കാണിച്ചതുകൊണ്ട് ലാഭം ഭയങ്കരമായി കുറഞ്ഞു. ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ അക്രൂവൽ കോൺസെപ്റ്റിൽ, അക്രൂവൽ ബേസിസിൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു വർഷം ഏൺ ചെയ്തത് കിട്ടിയാലും കിട്ടിയില്ലേലും ആ വർഷം തന്നെ കാണിക്കുക, ഒരു വർഷം പേ ചെയ്യാൻ ഉള്ളത് പേ ചെയ്താലും ഇല്ലെങ്കിലും ആ വർഷം തന്നെ കാണിക്കുക. ക്ലിയർ ആണോ? സാർ, ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താ ശരിക്കും ഓണറിനെ ആണോ? ഓണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, ഡെറ്റേഴ്സ് അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ഇതൊക്കെയാ പേഴ്സണൽ അക്കൗണ്ട്. ഒരു പേഴ്സണുമായി ബന്ധപ്പെട്ട അക്കൗണ്ട്. ഒന്നുകിൽ ഒരു പേഴ്സണെ റെപ്രസെന്റ് ചെയ്യുന്ന അക്കൗണ്ട്, അതാണ് ഈ ഔട്ട്സ്റ്റാൻഡിംഗ് ലൈബിലിറ്റി ഒക്കെ. അത് എംപ്ലോയിക്ക് കൊടുക്കേണ്ടത്, അപ്പൊ ആളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ലൈബിലിറ്റി അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ റിയൽ ഇൻ നേച്ചർ ആയിരിക്കും, ഫിക്സഡ് അസറ്റ്സ് അതുപോലത്തെ സംഭവങ്ങളൊക്കെ. ഇനി നോമിനൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇൻകമോ എക്സ്പെൻസോ റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട്. സാലറി പെയ്ഡ്, സാലറി അക്കൗണ്ട് ഒരു എക്സ്പെൻസാ, സോ ഇറ്റ് ഇസ് എ നോമിനൽ അക്കൗണ്ട്. കമ്മീഷൻ റിസീവ്, ആ കമ്മീഷൻ അക്കൗണ്ട് ഒരു എക്സ്പെൻസ്, സോറി ഇൻകം, നോമിനൽ അക്കൗണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ഈ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്ന് പറയുമ്പോൾ പേഴ്സണൽ അക്കൗണ്ടില് ഏതിനെ ക്രെഡിറ്റ്? റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് എന്നുള്ള, ക്രെഡിറ്റ് ഡെബിറ്റ് എന്നുള്ള രീതിയിലുള്ള റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. ഓക്കെ ആണോ? ഇത് ബ്രിട്ടീഷ് അപ്രോച്ചാണ്. ബ്രിട്ടീഷ് അപ്രോച്ചിലാണ് അക്കൗണ്ട്സുകളെ റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് എന്ന രീതിയിൽ തരംതിരിച്ചിരിക്കുന്നത്. അമേരിക്കൻ അപ്രോച്ചിലാണ് അക്കൗണ്ട്സുകളെ അസറ്റ്, എക്സ്പെൻസ്, ഇൻകം, ലൈബിലിറ്റി, ക്യാപിറ്റൽ എന്ന് തരംതിരിക്കുന്നത്. അതിനകത്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അസറ്റും എക്സ്പെൻസും കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ഇൻകം, ലൈബിലിറ്റി, ക്യാപിറ്റൽ കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം, കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ ആണോ? ബ്രിട്ടീഷ് അപ്രോച്ചിൽ എന്താ പറയുന്നത്, ഡെബിറ്റും ക്രെഡിറ്റിന്റെ റൂള് വ്യത്യസ്തമാണ്. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ, ആ രീതിയിലുള്ള റൂൾസ് ആണ് അതിനകത്ത് പറയുന്നത്. ഏത് വേണമെങ്കിലും ഫോളോ ചെയ്യാം, അക്കൗണ്ട്സിൽ ഇന്നത് ഫോളോ ചെയ്യണമെന്നില്ല. അമേരിക്കൻ അപ്രോച്ച് ആണ് കുറച്ചുകൂടെ കൺവീനിയൻസ്, സോ അമേരിക്കൻ അപ്രോച്ച് ആണ് കുറച്ചുകൂടെ ആൾക്കാർ യൂസ് ചെയ്യാറുള്ളത്. ജനറലി നമ്മൾ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ മതി അല്ലേ? ഇതിപ്പോ ചോദിച്ചത് കൊണ്ടാണ്, ഇതിപ്പോ ആ ബ്രിട്ടീഷ് അപ്രോച്ച് കേസിൽ ചോദിച്ചേക്കുവാണ് ഇത് ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണെന്ന് ചോദിച്ചു. സോ ഓക്കെ, ആസ് പെർ ദ ബ്രിട്ടീഷ് അപ്രോച്ച് ഇറ്റ് ഇസ് ട്രീറ്റഡ് ആസ് എ പേഴ്സണൽ അക്കൗണ്ട്. ഓക്കെ ആണോ? ഇത് സെപ്പറേറ്റ് ഇങ്ങനെ ചോദിക്കുമോ, അങ്ങനെ ക്രെഡിറ്റർ അക്കൗണ്ട്, ഡെബിറ്റർ അക്കൗണ്ട് അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ടോ? പിന്നെ നമ്മുടെ സിലബസിൽ അത് പറയുന്നുണ്ട്, ടൈപ്സ് ഓഫ് അക്കൗണ്ട്സും കാര്യങ്ങളും പറയും. നമ്മളത് ഡിസ്കസ് ചെയ്ത നോമിനൽ, റിയൽ, പേഴ്സണൽ, അതെന്തായാലും നോക്കണം. ക്ലിയർ ആണോ? ഏതൊക്കെ ഇത് ഓക്കെ. ഇപ്പൊ വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇപ്പം ചാറ്റ് ജിപിടിയിൽ ജസ്റ്റ് കയറിയിട്ട് ഇപ്പൊ റിയൽ, നോമിനൽ, പേഴ്സണൽ എന്നും പറഞ്ഞ് 3 ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ആണ് ഉള്ളത്. ഓക്കെ, ഗീവ് മീ സം എക്സാമ്പിൾസ് ഓഫ് റിയൽ അക്കൗണ്ട്. ഒരു 10 എണ്ണം തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട 10 എണ്ണം വരും, അതിനകത്തൊന്നേ ചോദ്യം വരത്തുള്ളൂ. അതുപോലെ നോമിനലും പേഴ്സണലും. ക്ലിയർ ആണോ? എന്നിട്ട് അതങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ. അടുത്തത്, ഇൻ ദ കേസ് ഓഫ് റിട്ടയറിംഗ് ഓഫ് എ ബിൽ റിട്ടയർ ചെയ്യുന്ന സിറ്റുവേഷനിൽ വിച്ച് അക്കൗണ്ട് ഇസ് ഡെബിറ്റഡ് ഇൻ ദ അക്കൗണ്ട്സ് ഓഫ് എ ഡ്രോയർ. ഡ്രോയർ അക്കൗണ്ടിൽ ഏതാണ് ഡെബിറ്റ് ചെയ്യുന്നത്? ക്ലിയർ ആണോ? ഇൻട്രസ്റ്റ് അക്കൗണ്ട് ആണോ, ഡിസ്കൗണ്ട് അക്കൗണ്ട് ആണോ, ഡെഫിഷ്യൻസി അക്കൗണ്ട് ആണോ, റിബേറ്റ് അക്കൗണ്ട് ആണോ? റിട്ടയറിംഗ് ഓഫ് എ ബിൽ
എക്സ്ചേഞ്ചിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ് റിട്ടയറിംഗ് ഓഫ് എ ബില്ല്. ബില്ല് റിട്ടയർ ചെയ്യുന്നു. ദ ആൻസർ ഇസ് റിബേറ്റ് അക്കൗണ്ട്. റിബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേയ്മെന്റ് നമ്മൾ പേ ചെയ്യണം. അപ്പം നമ്മൾ ആർക്കാണോ പേ ചെയ്യേണ്ടത് അയാൾ പറഞ്ഞു കുറച്ച് പൈസ കുറച്ച് പേ ചെയ്താൽ മതി. സോ വി ഗോട്ട് എ റിബേറ്റ്. പേയ്മെന്റിൽ ഇളവ് കിട്ടി. അതിനെ റിബേറ്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ ബിൽ ഇസ് റിട്ടയർഡ്, അതായത് ബില്ല് മെച്യൂർ ആയി. ബില്ല് 5 വർഷത്തെ ബില്ലായിരുന്നു. 5 വർഷത്തെ പോട്ടെ, 5 വർഷം ഒന്നും വേണ്ട, ഒരു 1 ഇയറിലെ ബില്ലായിരുന്നു. 1 ഇയർ കഴിഞ്ഞപ്പോൾ ബില്ല് മെച്യൂർ ആയി. അല്ലെങ്കിൽ 8 മന്ത്സ് ബില്ലായിരുന്നു, 8 മാസം കഴിഞ്ഞപ്പോൾ ബില്ല് മെച്യൂർ ആയി. ക്ലിയർ? അപ്പോഴാണ് ബില്ല് റിട്ടയർ ആയി എന്ന് പറയുന്നത്. ദ ഡ്രോയർ അലൗസ് എ റിബേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട്. ഡ്രോയർക്കാണല്ലോ പൈസ കൊടുക്കേണ്ടത്, ഡ്രോയിങ്. അപ്പൊ പറഞ്ഞു നീ കുറച്ച് പൈസ കുറച്ച് തന്നാൽ മതി. കുറച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ കുറച്ച് കൊടുത്തില്ലേ, അതിനെ റിബേറ്റ് എന്ന് വിളിക്കുന്നത്. റിബേറ്റ് എന്ന് പറയുന്നത് ആർക്ക് നഷ്ടമാണ്? ഡ്രോയറെ സംബന്ധിച്ച് നഷ്ടമാണ്. ഡിസ്കൗണ്ട് നമുക്ക് നഷ്ടമല്ലേ, ഒരു എക്സ്പെൻസ് അല്ലേ? അതേപോലെ തന്നെയാണ് റിബേറ്റ്. ക്ലിയർ? റിബേറ്റ് ഒരു ലോസ് ആണ്. ക്ലിയർ? സോ ലോസ് ആയതുകൊണ്ട് ഡെബിറ്റഡ് ടു ദി റിബേറ്റ് അക്കൗണ്ട് ഇൻ ഡ്രോയേഴ്സ് ബുക്ക്. ക്ലിയർ ആണോ? ലോസ്, എക്സ്പെൻസ്, അസറ്റ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം, കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. നഷ്ടം കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം. സോ റിബേറ്റ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്. ക്ലിയർ ആണോ? യെസ്, ഇൻ ദ ഡ്രോയേഴ്സ് ബുക്ക്. ഡ്രോയറുടെ ബുക്കിൽ അതിനെ ഡെബിറ്റ്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? യെസ്. സോ അതാണ് അതിന്റെ ആൻസർ. റിബേറ്റ് ആണ് ആ സമയത്ത് കൊടുക്കുന്നത്, റിഡക്ഷൻ കൊടുക്കും. 52ാമത്തത് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസസ് വെൻ. ഓക്കെ ആണോ? ഫിക്സഡ് കോസ്റ്റ് എപ്പോഴാണ് കൂടുന്നത്? ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, 2 തരത്തിലുള്ള കോസ്റ്റുകളുണ്ട്. പിന്നെ സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്ന കോസ്റ്റ് ഉണ്ട്. ഇതാണ് 3 ടൈപ്സ് ഓഫ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും. പ്രോഡക്റ്റിന്റെ ക്വാണ്ടിറ്റി മാറിയാലും മാറിയില്ലെങ്കിലും ഫിക്സഡ് ആയിരിക്കും. എക്സാമ്പിൾ പറയാം, നമുക്കൊരു ഫാക്ടറി ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിന് 10,000 രൂപ റെന്റ് കൊടുക്കണം. ഫാക്ടറിയിൽ നമ്മൾ 100 യൂണിറ്റ് ഒരു ദിവസം ഉൽപ്പാദിപ്പിച്ചാലും 150 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചാലും 600 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചാലും മാസ വാടക 10,000 രൂപ തന്നെയാണ്. ദ എക്സ്പെൻസ് ഈസ് ഫിക്സഡ്. ഇറ്റ് ഈസ് നോട്ട് ഡിപെൻഡന്റ് ഓൺ ദി ഔട്ട്പുട്ട് ദാറ്റ് യു പ്രൊഡ്യൂസ്. അതാണ് ഫിക്സഡ് കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് അങ്ങനെയല്ല. ഇറ്റ് ഈസ് ഡിപെൻഡന്റ് ഓൺ ഹൗ മച്ച് യു പ്രൊഡ്യൂസ്. നിങ്ങളുടെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ വേരിയബിൾ കോസ്റ്റും കൂടും, കുറയുമ്പം വേരിയബിൾ കോസ്റ്റും കുറയും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ റോ മെറ്റീരിയൽ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 100 യൂണിറ്റിന് വേണ്ടുന്ന റോ മെറ്റീരിയൽ ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ മേടിച്ചാൽ മതി. സോ എക്സ്പെൻസ് അത്രയും കുറവായിരിക്കും. 600 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ 600 യൂണിറ്റ് വേണ്ടുന്ന റോ മെറ്റീരിയൽ കണ്ടെത്തണം. സോ എക്സ്പെൻസ് അത്രയും കൂടുതലായിരിക്കും. ഓക്കെ ആണോ? അപ്പൊ അതാണ് വേരിയബിൾ. സെമി വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ ഫിക്സഡ് ആയിരിക്കും, അത് കഴിഞ്ഞാൽ വേരിയബിൾ. ഇലക്ട്രിസിറ്റി ബില്ല് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിൽ ഫിക്സഡ് ആയിട്ട് ഒരു എമൗണ്ട് KSEBക്ക് കൊടുക്കണം. സോ ടു എ പർട്ടിക്കുലർ എക്സ്റ്റെന്റ് ഫിക്സഡ് ആണ്, അതിനുശേഷം വേരിയബിൾ ആണ്. അതിനുശേഷം നമ്മൾ എത്ര ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് കൂടാൻ കുറയാം. ക്ലിയർ ആ? 3 തരത്തിലുള്ള എക്സ്പെൻസ് ആണ് ഉള്ളത്. ഇനി ക്വസ്റ്റ്യനിലോട്ട് വരാം. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസസ് വെൻ പ്രൊഡക്ഷൻ വോളിയം ഡിക്രീസസ്, പ്രൊഡക്ഷൻ വോളിയം ഇൻക്രീസസ്, പ്രൊഡക്ഷൻ വോളിയം റിമെയിൻ കോൺസ്റ്റന്റ്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഡിക്രീസസ്. ഇതിൽ ഏത് കേസിലാണ് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്? ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ്, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഇപ്പൊ 10,000 രൂപ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. നമ്മൾ 100 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ 100 യൂണിറ്റിലേക്ക് 10,000 രൂപ ഡിവൈഡ് ചെയ്തെങ്കിൽ കൊടുക്കും. ക്ലിയർ? 600 യൂണിറ്റ് ആ പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ 600 യൂണിറ്റിലേക്ക് 10,000 രൂപ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇനി നിങ്ങൾ പറ, അപ്പൊ പെർ യൂണിറ്റിൽ ഫിക്സഡ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ പ്രൊഡക്ഷൻ വോളിയം ഡിക്രീസ് ചെയ്യണോ, പ്രൊഡക്ഷൻ വോളിയം ഇൻക്രീസ് ചെയ്യണോ? ഡിക്രീസ് ചെയ്യണം. യെസ്, production volume decreases. Fixed cost remain constant regardless of level of production. Production volume എത്രയാണെങ്കിലും fixed cost എങ്ങനെയായിരിക്കും? ഒരേപോലെ തന്നെയായിരിക്കും. However, when production volume decreases, the fixed cost is spread over fewer units, which increases the cost per unit. അല്ലെ? കോസ്റ്റ് പെർ യൂണിറ്റ് കൂട്ടും. ഫോർ എക്സാമ്പിൾ പറയാം, 10,000 രൂപ ഫിക്സഡ് കോസ്റ്റ്. നമ്മുടെ പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും 10,000 തന്നെ ഫിക്സഡ് കോസ്റ്റ്. 100 യൂണിറ്റ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളെങ്കിൽ 10,000 വിൽ ബി ഡിവൈഡഡ് എമംഗ് 100 യൂണിറ്റ്സ്. ഇനി ഞാൻ ഇത് 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളെങ്കിൽ ഈ 10,000 10 യൂണിറ്റിലേക്കായിരിക്കും ഡിവൈഡ് ചെയ്തത്. അപ്പം ഓരോ യൂണിറ്റിലും കൂടുതൽ ഫിക്സഡ് കോസ്റ്റ് കയറി വരത്തില്ലേ? ഓക്കെ ആണോ? പിടികിട്ടിയോ? അതാ ഇവിടെ പറയുന്നത്. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് അവിടെ ഇൻക്രീസ് ചെയ്യത്തില്ലേ? പ്രൊഡക്ഷൻ വോളിയം കുറയുമ്പോൾ. പ്രൊഡക്ഷൻ വോളിയം കൂടിയാലോ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കുറയത്തില്ലേ? 10 യൂണിറ്റ് ഉള്ള 10,000 10 പേര് ഷെയർ ചെയ്തെടുക്കണം. 100 യൂണിറ്റ് ഉണ്ടാക്കിയെങ്കിൽ 10,000 100 പേര് ഷെയർ ചെയ്തെടുത്താൽ മതി. അപ്പൊ ഓരോ യൂണിറ്റിലും കുറവായിരിക്കും ഫിക്സഡ് കോസ്റ്റ്. പിടികിട്ടിയോ?
ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? ഇല്ല ഇല്ല. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിലനിൽക്കും. കാരണം വേരിയബിൾ കോസ്റ്റ് എത്ര യൂണിറ്റ് കൂടുന്ന അനുസരിച്ച് വേരിയബിൾ കോസ്റ്റും കൂടും. അപ്പൊ പെർ യൂണിറ്റ് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിലനിൽക്കും. ക്ലിയർ ആണോ? പെർ യൂണിറ്റ് ഓക്കെ ആണോ? പെർ യൂണിറ്റ് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കും. ക്ലിയർ? ആസ് എ ഹോൾ ഇറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ, ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ പ്രൊഡക്ഷൻ. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് അത് കോൺസ്റ്റന്റ് ആവും. അതാണ് അതിന്റെ ഒരു മെക്കാനിസം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഇത് ഇൻവേഴ്സ് റിലേഷൻ ആണ് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റും ഔട്ട്പുട്ടും തമ്മിൽ. ഓക്കെ ആണോ? ഇൻവേഴ്സ് റിലേഷൻ. ഓക്കെ ആണോ? ഔട്ട്പുട്ട് കൂടിയാൽ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കുറയും. കാണാതെ പഠിച്ചു വെച്ചോ, ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോ. ഓക്കെ, ഔട്ട്പുട്ട് കൂടിയാൽ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കുറയും. ഔട്ട്പുട്ട് കുറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കൂടും. പിടികിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? ഇൻവേഴ്സ് റിലേഷൻ ആണ് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഔട്ട്പുട്ട് തമ്മിൽ. പോസിറ്റീവ് റിലേഷൻ ആണ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഔട്ട്പുട്ട് തമ്മിൽ. ഔട്ട്പുട്ട് കൂടുമ്പോൾ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കൂടും, ഔട്ട്പുട്ട് കുറയുമ്പോൾ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കുറയും. അല്ലേ? അങ്ങനല്ലേ? വേരിയബിൾ കോസ്റ്റ് ഇസ് ഡിപ്പെൻഡന്റ് ഓൺ ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് കൂടിയാൽ വേരിയബിൾ കോസ്റ്റ് കൂടും, ഔട്ട്പുട്ട് കുറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് കുറയും. പിടികിട്ടിയോ? ഡൗട്ട് ഇല്ലല്ലോ അതിനകത്ത്? അടുത്തതിലോട്ട് പൊക്കോട്ടെ. ഓക്കെ, 53ാമത്തത് റെക്ടിഫിക്കേഷൻ ഓഫ് ഇറർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പർച്ചേസ് ഓഫ് ഓഫീസ് ഫർണിച്ചർ വാസ് ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് ഓഫ് ഓഫീസ് ഫർണിച്ചർ, ഓഫീസിലേക്ക് ഒരു ഫർണിച്ചർ മേടിച്ചു കഴിഞ്ഞാൽ ഫർണിച്ചർ നമ്മൾ വിൽക്കാൻ വേണ്ടിയാണോ മേടിച്ചത്? അല്ല, ഓഫീസിൽ ഇടാൻ വേണ്ടിയാ. അപ്പോ ഫർണിച്ചർ നമ്മുടെ ഫിക്സഡ് അസറ്റാ. ജേർണൽ എൻട്രി എങ്ങനെ വരണം? ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് വരണം അല്ലേ? അതിന് പകരം നമ്മൾ എങ്ങോട്ടേക്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തത്? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. അതായത് ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് ജേർണൽ എൻട്രി വരേണ്ടടുത്ത് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് ജേർണൽ എൻട്രി എഴുതി. ക്ലിയർ ആണോ? അതായത് ഫർണിച്ചർ നമ്മൾ ഫിക്സഡ് അസറ്റ് ആയി ട്രീറ്റ് ചെയ്യേണ്ടതിന് പകരം ഫർണിച്ചറിനെ ഒരു എക്സ്പെൻസ് ആയി ട്രീറ്റ് ചെയ്തു, പർച്ചേസ് എക്സ്പെൻസ് ആയി ട്രീറ്റ് ചെയ്തു. ഇത് ഏത് തരത്തിലുള്ള ഇറർ ആണ്? നമ്മൾ എന്തെങ്കിലും ഒമിറ്റ് ചെയ്തോ? ഇവിടെ ഒന്നും തന്നെ നമ്മൾ ഒമിറ്റ് ചെയ്തിട്ടില്ല, എഴുതാൻ വിട്ടുപോയിട്ടില്ല. ഇറർ ഓഫ് ഒമിഷൻ അല്ല. ഇറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇറർ കമ്മിറ്റ് ചെയ്തോ? ഇൻ ദ സെൻസ് ഓഫ് നമ്പർ മാറിപ്പോവുക, എഴുതിയപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോവുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. കോമ്പൻസേറ്റിംഗ് ഇറർ ആണോ? ഒരു ഇറർ ഉണ്ടായി അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ഇറർ ഉണ്ടാക്കിയത്? അല്ല. ഇറർ ഓഫ് പ്രിൻസിപ്പിൾ ആണോ? പ്രിൻസിപ്പിളിൽ തെറ്റ് പറ്റിയിട്ടുണ്ട്. ഫർണിച്ചർ ഫിക്സഡ് അസറ്റ് ആയിരുന്നു, പകരം അതിനെ എക്സ്പെൻസ് ആയി കാണിച്ചു. എക്സ്പെൻസിനെ ഫിക്സഡ് അസറ്റ് ആയി കാണിച്ചു. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയി പറഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന രീതിയിൽ നമ്മൾ എന്തിനെ കാണിച്ചു? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ കാണിച്ചു. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയി കാണിച്ചു. ഫർണിച്ചർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഫിക്സഡ് അസറ്റ് ആയിരുന്നു, ലോങ് ടേം ബെനിഫിറ്റ് ഉള്ളതായിരുന്നു. പക്ഷെ അതിനെ നമ്മൾ വെറും ഒരു പർച്ചേസ് ആയി കാണിച്ചു, റവന്യൂ എക്സ്പെൻഡിച്ചർ ആയി കാണിച്ചു. അപ്പൊ അതെന്താ? ഇറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ ആണോ? പിടികിട്ടിയോ? ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? ഇറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. വേറെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, പർച്ചേസ് ഓഫ് ഫർണിച്ചർ wrongly treated as revenue expenditure divided to purchase account. It violates accounting principle by misclassifying the nature of transaction. ട്രാൻസാക്ഷന്റെ നേച്ചറിനെ മിസ്ക്ലാസിഫൈ ചെയ്തു. സോ ഇറ്റ് ഇസ് ഇറർ ഓഫ് പ്രിൻസിപ്പിൾ. എനി ഡൗട്ട്സ്? ഓക്കെ അല്ലേ ഇത്? ഓക്കെ സർ. ടൈപ്സ് ഓഫ് ഇറേഴ്സ് എല്ലാം പഠിക്കണം, എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതിന്റെ എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചാറ്റ് GPT കയറി കൂടുതൽ എക്സാമ്പിൾസ് എന്നും പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ എക്സാമ്പിൾസ് കിട്ടും. ഫെമിലിയർ ആയിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ ആണോ? അപ്പൊ ഏതെങ്കിലും ടൈപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇത് ഈ ഒരു ടൈപ്പ് ഓഫ് ഇറർ ആണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിന്റെ ഒക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കാണും. സോ അത് നോക്കിയാൽ മതി. അതിനകത്ത് ഈ ഒരു സ്പെസിഫിക് കേസ് ഓരോ ഇററിന്റെയും ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ എക്സാമ്പിൾസ് നമ്മൾ നോക്കുന്നുണ്ട് അവിടെ. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് നോക്കിക്കോണേ അത്. ഓക്കെ, അടുത്തതാണ് റിസർവ് വിച്ച് ആർ നോട്ട് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആസ് ഡിവിഡൻഡ് ആർ നോൺ ആസ്. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ അവൈലബിൾ അല്ലാത്ത റിസർവ് ഇതിൽ ഏതാണ്? റിസർവ് എന്ന് പറഞ്ഞാല് പ്രോഫിറ്റിന്റെ അപ്രോപ്രിയേഷനാണ്. P&L അക്കൗണ്ടിൽ പ്രോഫിറ്റ് കിട്ടിയപ്പോ നമ്മൾ വിചാരിച്ചു ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാം. പ്രശ്നം ഏതാന്ന് നമുക്ക് അറിയത്തില്ല, അൺനോൺ ലയബിലിറ്റിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പൊ ലാഭമുണ്ട്, ലാഭത്തിലെ ഒരു വിഹിതം മാറ്റി വെച്ചേക്കാം കരുതൽ ധനമായി. അതിനെയാണ് റിസർവ് എന്ന് വിളിക്കുന്നത്. അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്, പ്രോഫിറ്റിൽ നിന്ന് ഒരു ഭാഗം വക മാറ്റി വെക്കുന്നു, ദാറ്റ് ഈസ് റിസർവ്. ക്ലിയർ? വേറൊരു സംഭവമുണ്ട്, പ്രൊവിഷൻ.
പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരു നോൺ ലയബിലിറ്റിക്ക് വേണ്ടി മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഒരു നോൺ ലോസ് അതിനു വേണ്ടി നമ്മൾ മാറ്റി വെക്കുക. ഭാവിയിൽ ഒരു നഷ്ടം ഉണ്ടാകാം. ഫോർ എക്സാമ്പിൾ ഡെറ്റേഴ്സ് എന്നും പറഞ്ഞ് കുറച്ച് അവന്മാർ പൈസ തരാനുണ്ട്, അവന്മാര് ബാഡ് ഡെറ്റ് ആകാം, അവന്മാര് തരാതിരിക്കാം. അപ്പൊ എന്ത് ചെയ്യും? പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യും. ഇറ്റ് ഈസ് എ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. പ്രോഫിറ്റിന് അഗെയിൻസ്റ്റ് ഉള്ള ചാർജ് ഡയറക്ട്ലി കൊണ്ട് ഡെബിറ്റ് ചെയ്യും ഇൻ P&L അക്കൗണ്ട്. എന്നിട്ട് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ പ്രോഫിറ്റിനെ കുറയ്ക്കും. അതാണ് ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. സോ പ്രൊവിഷൻ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. റിസർവ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. ഇനി ഇങ്ങോട്ടേക്ക് വരാം. ചോദിക്കുന്ന പല ടൈപ്പ് ഓഫ് റിസർവ് ഉണ്ട്. ഓക്കെ, ഇത് പഠിച്ചപ്പോൾ നമ്മൾ പല ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത റവന്യൂ റിസർവ്, ക്യാപിറ്റൽ റിസർവ്, ജനറൽ റിസർവ്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്. ഇതിൽ ഏത് ടൈപ്പ് ഓഫ് റിസർവ് ആണ് ഡിവിഡൻഡ് കൊടുക്കാൻ അവൈലബിൾ അല്ലാത്തത്? ദാറ്റ് മീൻസ് ഔട്ട് ഓഫ് ദിസ് റിസർവ് യു ആർ നോട്ട് അലൗഡ് ടു പേ ഡിവിഡൻഡ്. അത് ഏതാണ്? റവന്യൂ റിസർവ് ആണോ, ക്യാപിറ്റൽ റിസർവ് ആണോ, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ് ആണോ, ജനറൽ റിസർവ് ആണോ? ജനറൽ റിസർവിൽ നമുക്ക് എന്തും കൊടുക്കാം. സോ ജനറൽ റിസർവ് അല്ല, ആൻസർ ഇസ് ക്യാപിറ്റൽ റിസർവ് കേട്ടോ, ക്യാപിറ്റൽ റിസർവ്. ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ് ഡിവിഡൻഡിന് വേണ്ടിയിട്ട് തന്നെയാണ്. സോ അതിനകത്തൊന്നും കൊടുക്കാം. റവന്യൂ റിസർവിനകത്തൊന്നും നമുക്ക് കൊടുക്കാം. ക്യാപിറ്റൽ റിസർവിന് കൊടുക്കാൻ പറ്റത്തില്ല. ക്യാപിറ്റൽ റിസർവ് arises when നോൺ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് such as issuing share at premium etc. ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് ഒരു പോർഷൻ വക മാറ്റുന്നത്. റവന്യൂ പ്രോഫിറ്റും ഉണ്ട്, ക്യാപിറ്റൽ പ്രോഫിറ്റും ഉണ്ട്. റവന്യൂ പ്രോഫിറ്റ് ആണ് നമ്മളുടെ ആ ഒരു എന്താ പറയുന്നത്, പ്രോപ്പർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്. ഓപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്. ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ ആണ്. എനിക്കൊരു അസറ്റ് ഉണ്ടായിരുന്നു, 10,000 രൂപയുടെ അസറ്റാ, ഞാൻ 12,000 രൂപയ്ക്ക് വിറ്റു. 2,000 രൂപ ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഈ 2,000-ൽ നിന്ന് 1,000 രൂപ റിസർവായി മാറ്റിവെച്ചാൽ അത് ക്യാപിറ്റൽ റിസർവ്. ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് മാറ്റിവെച്ച റിസർവ് അതെടുത്ത് ഡിവിഡൻഡ് പേ ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ ആണോ? അതെടുത്ത് ഡിവിഡൻഡ് പേ ചെയ്യാൻ പറ്റത്തില്ല. നെറ്റ് പ്രോഫിറ്റിനകത്ത് ഇതും വരുമല്ലോ. ഗെയിൻ ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡ് ഓഫ് P&L ഈ 2,000 വരും. ക്ലിയർ ആണോ? അപ്പൊ നെറ്റ് പ്രോഫിറ്റിൽ റിഫ്ലക്ട് ആവും. അപ്പൊ നെറ്റ് പ്രോഫിറ്റിൽ റവന്യൂ പ്രോഫിറ്റും ഉണ്ട്, ക്യാപിറ്റൽ പ്രോഫിറ്റും ഉണ്ട്. റവന്യൂ പ്രോഫിറ്റ് ആണെങ്കിൽ യു ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ഡിവിഡൻഡ് ഔട്ട് ഓഫ് ഇറ്റ്. ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണെങ്കിൽ പറ്റത്തില്ല. ക്ലിയർ ആണോ? നിങ്ങൾ ഷെയർ ഇഷ്യൂ ചെയ്തു, 10 രൂപയുടെ ഷെയർ 12 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തു. ആ 2 രൂപ നിങ്ങളുടെ പ്രീമിയം ആണ്. ഓക്കെ ആണോ? അത് നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ ആണ്. അതുപോലെ റീവാലുവേഷൻ ഓഫ് അസറ്റ്, അസറ്റ് റീവാല്യൂ ചെയ്തപ്പോൾ എക്സ്ട്രാ കിട്ടി, അത് നിങ്ങളുടെ ഗെയിൻ ആണ്. ക്ലിയർ ആണോ? ഫിക്സഡ് അസറ്റ് വിറ്റപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ പൈസ കിട്ടി, അത് നിങ്ങളുടെ ഗെയിൻ ആണ്. ഇതൊക്കെയാ ക്യാപിറ്റൽ ഗെയിൻസ്. അതിൽ നിന്ന് വക മാറ്റുന്ന ക്യാപിറ്റൽ റിസർവ്. ദേ ആർ നോട്ട് ഡിസ്ട്രിബ്യൂട്ടബിൾ ആസ് ഡിവിഡൻഡ്. അത് നിങ്ങൾക്ക് ഡിവിഡൻഡ് ആയിട്ട് റിസർവ് ചെയ്യാൻ പറ്റത്തില്ല. റവന്യൂ റിസർവ് ഒക്കെ നിങ്ങൾക്ക് ഡിവിഡൻഡ് ആയിട്ട് റിസർവ് ചെയ്യാം. കാരണം റവന്യൂ റിസർവ് ഓപ്പറേഷണൽ പ്രോഫിറ്റിന്റെ ഭാഗമാണ്. നിങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് കിട്ടിയ ലാഭമാണ്. ക്ലിയർ? മറ്റത് പ്രവർത്തനമല്ല, നിങ്ങളുടെ അസറ്റും കാര്യങ്ങളൊക്കെ വിറ്റ് കിട്ടിയതാ. പിടികിട്ടിയോ? 2 തരം റവന്യൂ അല്ല, 2 തരം റവന്യൂ ഉണ്ട്. 2 തരം പ്രോഫിറ്റ് ഉണ്ട്. റവന്യൂ പ്രോഫിറ്റും ക്യാപിറ്റൽ പ്രോഫിറ്റ്. ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് വക മാറ്റുന്ന ക്യാപിറ്റൽ റിസർവ്, റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് വക മാറ്റുന്ന റവന്യൂ റിസർവ്. ഓക്കെ ആണോ? ജനറൽ റിസർവ് ജനറൽ പർപ്പസിന് വേണ്ടി, അതിനകത്ത് എന്തും ചെയ്യാം. റവന്യൂ റിസർവിൽ നിന്നും നമുക്ക് ഡിവിഡൻഡ് ഒക്കെ പേ ചെയ്യാം. ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ് ഡിവിഡൻഡിനെ ഈക്വലൈസ് ചെയ്യുന്നതിനാണ്. സോ ഡിവിഡൻഡ് ഉറപ്പായിട്ടും അതിനകത്ത് പേ ചെയ്യാം. ക്യാപിറ്റൽ റിസർവ് പറ്റത്തില്ല. ഓക്കെ ആണോ? ഡിവിഡൻഡ് പേ ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ അല്ലേ? ക്യാപിറ്റൽ റിസർവ് മാറ്റി വെക്കുന്നതിന്റെ ഉദ്ദേശം ഡിവിഡൻഡ് പേ ചെയ്യാനല്ല. ഭാവിയിൽ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലോങ് ടേം അസറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നഷ്ടമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ റിസർവ്. സോ ആ പർപ്പസിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കത്തുള്ളൂ. അതാണ് അവിടെ പറയുന്നത്. അടുത്തത്, ആ പ്രോമിസറി നോട്ട് ഇസ് ഡ്രോൺ ബൈ. ആരാ ഒരു പ്രോമിസറി നോട്ട് ഡ്രോ ചെയ്യുന്ന? പ്രോമിസറി നോട്ട് ഡെറ്റർ ആണോ? നമുക്ക് പൈസ തരാനുള്ളവനാണോ? നമ്മൾ പൈസ കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുക്കാനുള്ളവനാണോ? അല്ലെങ്കിൽ ഡെറ്ററും ക്രെഡിറ്ററും ആണോ? അത് ബാങ്ക് ആണോ? ആരാണ് ഒരു പ്രോമിസറി നോട്ട് ഡ്രോ ചെയ്യുന്നത്? പ്രോമിസറി നോട്ട് പറഞ്ഞു, ഡെറ്റർ ആണ്. പ്രോമിസറി നോട്ട് ഡ്രോ ചെയ്യുന്നവൻ നമ്മൾ മേക്കർ എന്ന് വിളിക്കും. മേക്കർ എപ്പോഴും നമുക്ക് പൈസ തരാനുള്ളവരാ. അവനാണ് നമുക്ക് പ്രോമിസ് ചെയ്യുന്നത്. നമ്മളെ പ്രോമിസ് ചെയ്യാണ് ഇത്ര പൈസ തന്നോളാം. സോ ഡെറ്റർ ആണ്. A promissory note is a written promise to pay a specific amount to the creditors. It is made by the debtor who acknowledges the debt and promises to pay the amount either on demand or at a fixed future date. 56. An account opened at the bank of the ledger to make it self-balancing is known as. ഏതാണ്? പറയാമോ? എളുപ്പമാ. സെൽഫ് ബാലൻസിങ് ലെഡ്ജർ ഒരു ടോപ്പിക്കാ. അതിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു,
ഫോർ എക്സാമ്പിൾ പലതരത്തിലുള്ള സെൽഫ് ബാലൻസിങ് ലെഡ്ജർ ഉണ്ട്. ലെഡ്ജർ നമുക്കറിയാം, ലെഡ്ജർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്ലാസിഫിക്കേഷന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ജേർണൽ എൻട്രീസിനെ ഓരോ അക്കൗണ്ട്സ് ആയിട്ട് തിരിച്ച് ലെഡ്ജർ ബുക്കിൽ എഴുതും. ഒരു ഓർഗനൈസേഷൻ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ ഒരൊറ്റ ബുക്കിൽ എഴുതിയാൽ ഭയങ്കര പ്രയാസമാണ്. കാരണം ഒരു 100-10,000 കണക്കിന് അക്കൗണ്ട്സ് ഉണ്ടായിരിക്കും. എല്ലാത്തിനകത്തും തപ്പിയെടുത്ത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഹെക്ടിക് പ്രോസസ്. അപ്പൊ എന്ത് ചെയ്യാന്ന് അറിയാവും, ഓരോ സംഭവത്തിനും സെപ്പറേറ്റ് ലെഡ്ജർ ഉണ്ടാക്കും. സെയിൽസിന് സെയിൽസ് ലെഡ്ജർ, പർച്ചേസിന് പർച്ചേസ് ലെഡ്ജർ, എന്നിട്ട് ബാക്കി എല്ലാ സാധനങ്ങൾക്കും ഒരു ജനറൽ ലെഡ്ജർ, ബാക്കി എല്ലാം കൂടെ ജനറൽ ലെഡ്ജർ. അപ്പൊ സെയിൽസ് എല്ലാം സെപ്പറേറ്റ് കാണാം, പർച്ചേസ് എല്ലാം സെപ്പറേറ്റ് കാണാം. ക്ലിയർ ആണോ? പിന്നെ ഒരു ജനറൽ ലെഡ്ജർ കാണാം. അപ്പൊ സെയിൽസ് ലെഡ്ജറിൽ സെയിൽസ് അക്കൗണ്ട് കാണും. സെയിൽസ് അക്കൗണ്ടിൽ ഒരു ക്രെഡിറ്റ് വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡെബിറ്റ് എവിടെയെങ്കിലും വരണ്ടേ? അതിപ്പോ ജനറൽ ലെഡ്ജറിലുള്ള ഏതെങ്കിലും ഒരു അക്കൗണ്ടിലായിരിക്കും ഡെബിറ്റ് വരുന്നത്. സോ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കൺട്രോൾ അക്കൗണ്ട്, ഒരു അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എവിടെ കാണും? ഈ സെയിൽസ് ലെഡ്ജർ അക്കൗണ്ടിൽ കാണും. അപ്പൊ സെയിൽസ് ലെഡ്ജറിലെ സെയിൽസ് അക്കൗണ്ടിൽ ഒരു ക്രെഡിറ്റ് വരുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ഡെബിറ്റ് ഈ കൺട്രോൾ അക്കൗണ്ടിൽ വരും. ഇതിന്റെ ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റും ആ ലെഡ്ജറിൽ നിന്ന് എടുക്കാം, ക്രെഡിറ്റും ആ ലെഡ്ജറിൽ നിന്ന് എടുക്കാം. ദ ലെഡ്ജർ ബാലൻസസ് ഇറ്റ് സെൽഫ്. വേറെ ഒരു ലെഡ്ജർ നോക്കണ്ട. ക്ലിയർ ആണോ? അപ്പൊ സെയിൽസിൽ ഒരു ക്രെഡിറ്റ് എഴുതുമ്പോൾ കറസ്പോണ്ടിങ് ഡെബിറ്റ് ആ കൺട്രോൾ അക്കൗണ്ടിൽ എഴുതിയിരിക്കും. ഫോർ എക്സാമ്പിൾ ക്യാഷ് സെയിൽസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ജേർണൽ എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് എറ്റർ ടു സെയിൽസ് എന്നുള്ളതല്ലേ ജേർണൽ എൻട്രി. അപ്പം സെയിൽസ് അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്നും പറഞ്ഞ് സെയിൽസ് ലെഡ്ജറിൽ സെയിൽസ് ലെഡ്ജർ എന്ന ബുക്കിൽ സെയിൽസ് അക്കൗണ്ടിൽ ബൈ ക്യാഷ് എഴുതും. ക്ലിയർ ആണോ? ടു സെയിൽസ് എവിടെയെങ്കിലും എഴുതണ്ടേ? അത് വരുന്നത് ക്യാഷ് അക്കൗണ്ടിലായിരിക്കത്തില്ല. ഈ ക്യാഷ് അക്കൗണ്ട് ജനറൽ ലെഡ്ജറിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ജനറൽ ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ട് സെയിൽസ് ലെഡ്ജറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ട് ടു സെയിൽസ് അവിടെയും കൊടുക്കും. സോ ഡെബിറ്റും വന്നു, ക്രെഡിറ്റും വന്നു. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റും ക്രെഡിറ്റും അവിടെ നിന്ന് തന്നെ എടുക്കാം. വേറൊരു അക്കൗണ്ടും വേറൊരു ലെഡ്ജറും നോക്കണ്ട. ഇതിനാണ് സെൽഫ് ബാലൻസിങ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പൊ അതിനകത്താണ്, അതിന്റെ ബേസിസിലാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് ഇത്രയുമാണ്: ആൻ അക്കൗണ്ട് ഓപ്പൺഡ് അറ്റ് ദ ബാക്ക് ഓഫ് ലെഡ്ജർ ടു മേക്ക് ഇറ്റ് സെൽഫ് ബാലൻസിങ്. ഓക്കെ ആണോ? സെൽഫ് ബാലൻസ് ആക്കുന്നതിന് വേണ്ടി ഏത് അക്കൗണ്ട്? സസ്പെൻസ് അക്കൗണ്ട് ആണോ, അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആണോ, ക്യാഷ് അക്കൗണ്ട് ആണോ, ട്രയൽ ബാലൻസ് ആണോ? ഏതാ പ്രിപ്പയർ ചെയ്യുന്നത്? പറയാവോ? അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആണ്. കൺട്രോൾ അക്കൗണ്ട് എന്ന് ഇതിനെ വിളിക്കും കേട്ടോ. ഓക്കെ ആണോ? ഇപ്പൊ ജനറൽ ലെഡ്ജർ, അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് നമ്മൾ സെയിൽസ് ലെഡ്ജറിൽ പ്രിപ്പയർ ചെയ്യും. അതുപോലെ പല അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്യും. ക്ലിയർ ആണോ? അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആണ് ഓപ്പൺ ചെയ്യുന്നത് സെൽഫ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി. കാരണം സെയിൽസ് അക്കൗണ്ട് ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് വേറെ ഏതെങ്കിലും ലെഡ്ജറിലായിരിക്കും. അവിടെ കൊണ്ട് എഴുതിയാൽ പിന്നെ അവിടെ പോയി നോക്കേണ്ടി വരും. അങ്ങനെ നോക്കി ഇതിന്റെ പർപ്പസ് തന്നെ സാറ്റിസ്ഫൈ ആകത്തില്ല. സോ ഈ ലെഡ്ജറിൽ തന്നെ ഒരു മറ്റേതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സെക്ഷണൽ ബാലൻസിങ്ങിലൊക്കെ പ്രത്യേകിച്ച് ഇത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ ആണോ? 57-ാമത്തത്: ദ ലെഡ്ജർ വിച്ച് കണ്ടെയ്ൻ ആൻ അക്കൗണ്ട് ഫോർ ഈച്ച് ക്ലാസ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ഷോ റെസീറ്റ്, ഇഷ്യൂ ആൻഡ് സ്റ്റോക്ക് ഇൻ ഹാൻഡ് ഇസ് നോൺ ആസ്. അതൊരു മെറ്റീരിയലിന്റെ എല്ലാ കാര്യങ്ങളും, അതിന്റെ ഇഷ്യൂ, സ്റ്റോക്ക് ഇൻ ഹാൻഡ് എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു ലെഡ്ജർ അക്കൗണ്ട് ഏതാ? കോസ്റ്റ് ലെഡ്ജർ ആണോ, ജോബ് ലെഡ്ജർ ആണോ, സ്റ്റോക്ക് ലെഡ്ജർ ആണോ, സ്റ്റോർ ലെഡ്ജർ ആണോ? പേരിൽ തന്നെ ഉണ്ട് സ്റ്റോർസ് ലെഡ്ജർ. സ്റ്റോക്ക് അല്ല കേട്ടോ, സ്റ്റോർസ് ലെഡ്ജർ എന്ന് തന്നെ വിളിക്കുന്നത് കേട്ടോ. കൺഫ്യൂഷന് വേണ്ടിയിട്ട് അവർ സ്റ്റോക്ക് ലെഡ്ജർ എന്ന് കൊടുക്കുക. സ്റ്റോക്ക് ലെഡ്ജർ എന്നല്ല, പേര് സ്റ്റോർസ് ലെഡ്ജർ എന്ന. സ്റ്റോർ ലെഡ്ജർ എന്ന് പറയുമ്പോൾ സ്റ്റോറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമാണ്. അതിനകത്ത് എത്ര മെറ്റീരിയൽ റിസീവ് ആയി അത് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇഷ്യൂ ആവുമ്പോൾ ഇഷ്യൂ റെക്കോർഡ് ചെയ്യും. ബാലൻസ് എത്രയുണ്ടെന്നുള്ളത് കാണിക്കും. ക്ലിയർ ആണോ? യെസ്. ഇറ്റ് ഹെൽപ് ട്രാക്ക് സ്റ്റോക്ക് മൂവ്മെന്റ്. സ്റ്റോക്ക് മൂവ്മെന്റിനെ ട്രാക്ക് ചെയ്യാൻ സഹായിക്കും. ഓക്കെ ആണോ? ഇൻവെന്ററി മാനേജ്മെന്റ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്ത് ഒരു സ്റ്റെയിൽ ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സ്റ്റെയിൽ ചെക്ക് സാധാരണ ഒരു ചെക്കിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 3 മാസമാണ്. അതായത് 90 ദിവസമാണ്. 90 ദിവസത്തിനുള്ളിൽ അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ചെക്ക് ഉണ്ടെങ്കിൽ എനിക്കത് ക്യാഷ് ആക്കി മാറ്റാം. 90 ദിവസത്തിന് ശേഷമായി സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അത് സ്റ്റെയിൽ ചെക്കായിട്ട് മാറും. ക്ലിയർ? കാരണം ഉപയോഗിക്കാൻ പറ്റത്തില്ല. ക്ലിയർ ആണോ? അതിനെയാണ് സ്റ്റെയിൽ ചെക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ പെർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞ ചെക്കിനെയാണ് സ്റ്റെയിൽ ചെക്ക് എന്ന് പറയുന്നത്. ക്ലിയർ? അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ചെക്ക് ദാറ്റ് ഇസ് സം മന്ത്സ് ഓൾഡ്. അതാണ് അതിനകത്ത് വരുന്ന ആൻസർ. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും മാച്ച് ആകുന്നില്ല. ചെക്ക് പേയബിൾ ടു ബെയറർ അല്ല സ്റ്റെയിൽ ചെക്ക്. ചെക്ക് ദാറ്റ് ഹാസ് നോട്ട് ബീൻ ക്രോസ്ഡ് അതുമല്ല സ്റ്റെയിൽ ചെക്ക്. ചെക്ക് ബിയറിംഗ് എ ഡേറ്റ് ലേറ്റർ ദാൻ ദ കറന്റ് ഡേറ്റ് അതുമല്ല സ്റ്റെയിൽ ചെക്ക്. പിന്നെന്താ വരുന്നത്? ചെക്ക് ദാറ്റ് ഇസ് സം മന്ത്സ് ഓൾഡ്. കുറച്ച് മാസം പഴക്കമുള്ള ചെക്ക്. കുറച്ച് മാസം എന്ന് പറയുമ്പോൾ 3 മാസത്തിന് ശേഷം പഴക്കമുള്ള ചെക്ക്. നോട്ട് ബീങ് പ്രസന്റഡ് വിത്തിൻ എ സർട്ടൻ വാലിഡിറ്റി പീരീഡ്. വാലിഡിറ്റി പീരീഡ് 3 മാസം, 90 ദിവസം. അതിനുള്ളിൽ ചെക്ക് കൊണ്ട്
കാണിക്കണം, എന്നാലേ പൈസ കിട്ടുകയുള്ളൂ. 3 മാസത്തിന് ശേഷമാണ് ഇത് ബിക്കം സ്റ്റെയിൽ ചെക്ക് ആയിട്ടുള്ളത്. ക്ലിയർ? കാരണം ആ ചെക്ക് ഇസ് നോട്ട് വാലിഡ് എനിമോർ ആഫ്റ്റർ ദി വാലിഡിറ്റി പീരിയഡ്. ക്ലിയർ അല്ലേ? അതാണ് സ്റ്റെയിൽ ചെക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? 59ാമത്തത്, വിച്ച് സിസ്റ്റം ഓഫ് വേജ് പേയ്മെന്റ് കൺസിഡർ ദ റേഷ്യോ ദാറ്റ് വർക്ക് ഡൺ ബെയർസ് ടു ടൈം ടേക്കൺ. വർക്ക് ഡൺ ബെയർസ് ടു ടൈം ടേക്കൺ. വർക്ക് ഡൺ ബെയർസ് ടു ടൈം ടേക്കൺ. അത് ഏത് ടൈപ്പ് ഓഫ് വേജ് പേയ്മെന്റ് പറയുന്നത്? പല ടൈപ്പ് ഓഫ് വേജ് പേയ്മെന്റ് പഠിച്ചാൽ ടൈം റേറ്റ് സിസ്റ്റം, പീസ് റേറ്റ് സിസ്റ്റം, എഫിഷ്യൻസി പേ സിസ്റ്റം, ബോണസ് സിസ്റ്റം, പല സിസ്റ്റംസ് പഠിച്ചായിരുന്നു. വർക്ക് ഡൺ ബിയേഴ്സ് ടു ടൈം ടേക്കൺ. നിങ്ങൾ എത്ര സമയം എടുക്കുന്നു, ഒരു വർക്ക് എത്ര സമയം കൊണ്ട് നിങ്ങൾ തീർക്കുന്നു, അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് അവിടെ പേയ്മെന്റ് കിട്ടുന്നത്. കുറച്ച് സമയത്തിനുള്ളിൽ തീർത്തു കഴിഞ്ഞാൽ അത്രയും. എഫിഷ്യൻസി പേ സിസ്റ്റം ആട്ടോ. Efficiency pay system reward employee based on their efficiency. That is the ratio of actual output to standard output or work done versus time taken. Clear ആണോ? 15 മിനിറ്റ് എടുക്കും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ. നിങ്ങൾ അത് 10 മിനിറ്റിനുള്ളിൽ എടുത്തെങ്കിൽ ഉണ്ടാക്കിയെങ്കിൽ നിങ്ങൾ എഫിഷ്യൻസി കൂടുതലാണ്. സോ യു വിൽ ബി കോമ്പൻസേറ്റഡ് ഫോർ ദാറ്റ്. യു വിൽ ബി പെയ്ഡ് ഫോർ ദാറ്റ്. യു വിൽ ബി റിവാർഡഡ് ഫോർ ദാറ്റ്. ക്ലിയർ ആണോ? സോ അതാണ് എഫിഷ്യൻസി പേ സിസ്റ്റം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേജ് പേ സിസ്റ്റംസ് ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. അരത്തമാറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് വിളിക്കുന്ന പേര് എന്താ? ഏത് സ്റ്റേറ്റ്മെന്റാ അരത്തമാറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്? പറയൂ. ട്രയൽ ബാലൻസ്. കറക്റ്റ് ആൻസർ. സോ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ എന്താ പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു കൊമേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് മൊത്തം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 30ഓളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 30 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 30 മാർക്ക്.